പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറെ കാലങ്ങൾക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വന്നിരിക്കുന്നത്. പ്രധാനിയായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു ജേർണലിസ്റ്റ് സുഹൃത്ത് ഹർഷ സ്നേഹത്തോടെ കൊണ്ടാണ് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും നാള് ഹർഷ പത്രവാർത്താസിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇനി കുറച്ച് നാളത്തേക്കൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഹർഷ അല്ലേ. അപ്പൊ തിരിച്ചു നമ്മോടൊപ്പം വീണ്ടും ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് ഒക്ടോബർ 8-ാം തീയതി ചൊവ്വാഴ്ച ആണ്. പ്രധാനമായിട്ടും എല്ലാ പത്രങ്ങളിലും ചൂണ്ടിക്കാണിക്കുന്നത് ഹരിയാന ഇലക്ഷനാണ്. പക്ഷെ നമ്മുടെ പത്രങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഹരിയാന ഇലക്ഷൻ ഒന്ന് ഉള്ളിലേക്ക് വെച്ചിരിക്കുകയാണ്. അതെ, നാളെ ആയിരിക്കും. അതെ. അപ്പോ ഹരിയാന ഇലക്ഷൻ തന്നെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഹരിയാന ഇലക്ഷൻ തന്നെയാണ്. ഹരിയാനയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ശക്തമായ കോൺഗ്രസ് മുന്നേറ്റമാണ് ഹരിയാനയിൽ നടക്കുന്നത്. അതായത് കഴിഞ്ഞ ഇലക്ഷന് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഏകദേശ വോട്ടുകൾക്ക് പരാജയം ഏറ്റുവാങ്ങി BJP വീണ്ടും അധികാരത്തിലെത്തിയിരുന്നു. പക്ഷേ ട്രെൻഡ് മാറുകയാണെന്നുള്ളൊരു സൂചനയാണ് ഹരിയാന നൽകുന്നത്. പിന്നെ കശ്മീരിലെ ഇന്ത്യ മുന്നണിയും മുന്നിലാണ്. കശ്മീരിലും അതെ. കർഷക പ്രക്ഷോഭത്തിന്റെ ചൂടറിഞ്ഞ BJP തീർച്ചയായിട്ടും അതെ. കോൺഗ്രസിന് ഇതൊരു വലിയ തിരിച്ചുവരവാണ്, പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ ഒരു പാർട്ടിക്ക് ഒരു തിരിച്ചടിയായിട്ടാണ്. അതെ. BJPക്ക് കനത്ത തിരിച്ചടി. അതായത് കഴിഞ്ഞ 10 വർഷം ഹരിയാന ഭരിച്ചിരുന്ന പാർട്ടിയാണ്. മൂന്നാമത്തെ തവണയും കൂടി അവര് അധികാരത്തിൽ വിചാരിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. പക്ഷേ കുതിപ്പ് കോൺഗ്രസിന്റെ അല്ലേ. ഇപ്പൊ 60ഓളം 90 സീറ്റുകളിൽ 60ഓളം സീറ്റുകൾ ഇപ്പോൾ തന്നെ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ കോൺഗ്രസും 24 സീറ്റില് BJP ആണ്. പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് അല്ലേ. തീർച്ചയായിട്ടും അതെ. കാശ്മീർ വരുവാണെങ്കിൽ 40 സീറ്റും BJP 28 സീറ്റും PDP 5 സീറ്റും അതേഴ്സ് 12. അത് ഏത് പാർട്ടിക്ക് അതേഴ്സ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. വെരി ഗുഡ്. അത് ചിലപ്പോ ഒരു ഭരണത്തെ തന്നെ നിൽക്കാനായിട്ട് അവർക്ക് വലിയ സ്വതന്ത്രരായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോ 1-2 ആൾക്കാരായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കോൺഗ്രസിന്റെ മുന്നേറ്റം വളരെ വലിയ മാർജിനിലുള്ളത്, ഏതാണ്ട് ഇങ്ങനെ ഒരു തൂക്ക് സഭ പോലെ അല്ല, വലിയ മാർജിനിലാണ്. വലിയ 60-ലധികം എന്ന് പറയുമ്പോൾ ഏത് 20 അല്ലെങ്കിൽ 10 14 എത്രയാണ് BJP വരുന്നത്? BJP വെറും 24 ഉള്ളൂ. അപ്പൊ കണക്കുകളാണ് മാറി വരാം അല്ലെ, ഒന്നും പറയാനില്ല. പക്ഷെ കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ്. കോൺഗ്രസ് തിരിച്ചു വന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു തിരിച്ചുവരവ് തീർച്ചയായും പുതിയൊരു മാറ്റമാണ്. അപ്പൊ BJP വിങ്ങിലൊക്കെ അത് വലിയ ചർച്ചയായിട്ടുണ്ടാവുമല്ലോ അല്ലെ. അയ്യോ, അതൊരു പ്രധാന വാർത്തയാണ് അല്ലെ. വിനേഷ് ഫോഗട്ടിനെ നമ്മൾ മറന്നു കാണില്ല അല്ലെ. അപ്പൊ കായിക താരം, നമ്മുടെ ഒളിമ്പിക്സിൽ നമുക്ക് മെഡൽ ഉറപ്പിച്ച കായിക താരം, നിർഭാഗ്യവശാൽ അവർക്ക് മെഡൽ വളരെ നാടകീയമായി നഷ്ടപ്പെടുന്നു. ആ നാടകീയമായി നഷ്ടപ്പെടലിന് ശേഷം അവർ കണ്ണീരോടുകൂടി രാജ്യത്തേക്ക് തിരിച്ചു വന്നൊരു വലിയ സ്വീകരണം തന്നെ ഉണ്ടായി അല്ലെ. പ്രധാനമന്ത്രിയുടെ ഒക്കെ എല്ലാവരും അവരുടെ കൂടെ. പക്ഷെ പിന്നീട് കണ്ടത് അവർ കോൺഗ്രസിലേക്ക് മാറുന്നതാണ്. ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അതെ. ഇപ്പൊ ആദ്യ പോരാട്ടത്തിൽ തന്നെ ഒരു വലിയ വിജയത്തിലേക്ക് വിനേഷ് ഫോഗട്ട് പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോഴത്തെ റിസൾട്ട് നൽകുന്നത്. അത് ഒരു ശക്തമായ ഒരു പൊളിറ്റിക്സ് ആണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും. ഈ ഗോവയിൽ ശരിക്കും ഉൾപ്പെടുത്താൻ തന്നെ കാരണം എനിക്ക് തോന്നുന്നു വിനേഷ് ഫോഗട്ടിന്റെ സാന്നിധ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോ വിനേഷ് ഫോഗട്ട് തന്റെ നിലപാട് വളരെ സൈലന്റ് ആയിരുന്നു. ഒരു ഒളിമ്പിക്സിന്റെ മെഡൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഒന്നും അവര് ഭയങ്കര പബ്ലിക്കായിട്ടൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസിലേക്ക് അവര് രാഹുൽ ഗാന്ധിയുടെ ഒപ്പമുള്ള ചിത്രങ്ങള്, കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഏതൊരാളെയും പോലെ, ഏതൊരു ഇന്ത്യക്കാരനെയും പോലെ
ആരുടെ പക്ഷത്തായിരുന്നു അപ്പോ ശരി എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് തന്നെ, എന്തൊക്കെ സംഭവിച്ചു, ഇനി രാഷ്ട്രീയമാണോ സംഭവിച്ചത്, ഇങ്ങനെ പലതരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഇപ്പോഴത്തെ ഈ വിജയം വരുന്നത്. ഹരിയാന കോൺഗ്രസിനൊപ്പം എന്നൊരു സൂചനയല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ജമ്മുവില് ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തമായ മുന്നേറ്റം കാണുന്നുണ്ട്. അതെ, 40-ലധികം സീറ്റുകൾ. ബിജെപിക്ക് ഒരു സീറ്റും കൂടെ ഇപ്പൊ വീണ്ടും കുറഞ്ഞു, 23-23 കുറഞ്ഞു, ഒരു സീറ്റ് കുറഞ്ഞു. അല്ല, നമ്മുടെ നാഷണൽ ചാനൽസിലും നമ്മുടെ മലയാളം ചാനൽസിലുള്ള വേരിയേഷൻസ് ഇപ്പൊ ചിലതിലൊക്കെ 60 കാണിക്കുന്നുണ്ട്, BJP 10-14 കാണിക്കുന്നുണ്ട്. പക്ഷെ ചില ചാനൽസിൽ 40 കാണിക്കുന്നത്. ഇനി ആ ചാനലിന്റെ പൊളിറ്റിക്സ് ആയിട്ട് ഇതൊക്കെ ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതായത് ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ പുരോഗമിക്കവേ കോൺഗ്രസ് പ്രവർത്തകൻ ജഗദീഷ് ശർമ്മയും മറ്റു പാർട്ടി പ്രവർത്തകരും കോൺഗ്രസ് ഓഫീസിന് പുറത്ത് മധുര പലഹാരം വിതരണം ചെയ്ത് തുടങ്ങി. അതാലോചിച്ചോക്കി, ഉറപ്പിച്ചു അല്ലേ, തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ അവര് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് തുടങ്ങി ഹരിയാനയിൽ. കാരണം ഷുവർ ഷോട്ടാണെന്നാ പറയുന്നത്. ഈ അർണബ് ഗോസ്വാമി ഉണ്ടല്ലോ, റിപ്പബ്ലിക് ടിവിയുടെ, അദ്ദേഹം ഭയങ്കര BJP അനുകൂല നിലപാടുകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പോലും കോൺഗ്രസ് ഹരിയാനയിൽ ജയിക്കും എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ആ ട്രെൻഡ് മാറുന്ന ആലോചിക്കുക. ഇങ്ങനെ പോകുവാണെങ്കിൽ അടുത്ത തവണ ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഇലക്ഷന് കോൺഗ്രസിന്റെ ഒരു ശക്തമായ അല്ലെ ഒരു അതന്നെ ശക്തമായ ഒരു വിജയം തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലടക്കം അല്ലെ. അമലെ, കേരളത്തിൽ ഇനി തോന്നുന്നുണ്ടോ ഇതുപോലൊരു ഹാട്രിക് ഇനി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അടിക്കുന്നു? ഒരു ചോദ്യചിഹ്നമാണ്. ഹരിയാനക്ക് ഒരു സൂചനയാണ്, അവിടെ BJP ആണെന്നുള്ളത്. അതെ, സെയിമാ. തീർച്ചയായിട്ടും കോൺഗ്രസ് വരുമെന്നാണ്. പക്ഷെ BJP-ക്കാർ ഇപ്പൊ ഇവിടെ പറയുന്നത് BJP ആയിരിക്കും രണ്ടാമത്തെ നില ഇതാക്കാൻ. BJP-യും കോൺഗ്രസും തമ്മിലാണ് കേരളത്തിൽ മത്സരം എന്നാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, കേരളത്തിലെ CPM ഗവൺമെന്റിന്റെ അത്രത്തോളം ജനവിരുദ്ധ ഭരണം എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ BJP-ക്ക് ഇപ്പോ ഇത്തരത്തിലൊരു പ്രസ്താവനയായിട്ടൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഹരിയാന ഒരു സൂചനയാണ്, മൊത്തം നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഒരു സൂചനയാണ് ഹരിയാന ഇലക്ഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. ജമ്മു കാശ്മീരില് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. BJP-യും ഇന്ത്യ മുന്നണി തമ്മിലുള്ള പോരാട്ടം, BJP-യും കോൺഗ്രസും തമ്മിലുള്ള ഒരു സഖ്യത്തിന്റെ പോരാട്ടമാണ് നടക്കുന്നത്. ഹരിയാനയിലെ കോൺഗ്രസ് 60 സീറ്റിൽ ഇപ്പൊ മുന്നിലായിരിക്കും. അയ്യോ, BJP 2 സീറ്റും കൂടെ പുറകിലായി. വലിയ ഒരു തോൽവി വരാൻ പോകുന്നത് അല്ലെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ. പിന്നില് ഓ മൈ ഗോഡ്, പറഞ്ഞൊക്കെ പിൻവലിക്കേണ്ടി വരും. ഇതെന്ത് അത് പിന്നെ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മൾ കുറച്ചു നേരം പറഞ്ഞുള്ളൂ ശക്തമായ തിരിച്ചടിയെന്നൊക്കെ. പക്ഷെ ഭയങ്കരമായിട്ട് മുന്നിലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിന്നിൽ നിന്ന് കാണിക്കുന്നു. ഇവരുടെ സംഭവങ്ങളല്ലേ, പറയാൻ പറ്റില്ല, മാറി മറിഞ്ഞു വരും ലീഡ് നിലകൾ. തീർച്ചയായിട്ടും. അതായത് ഹരിയാനയിൽ ശക്തമായിട്ട് കോൺഗ്രസ് തിരിച്ചു വരാൻ കാരണം ഈ പറയുന്ന പോലെ, അനൂപ് പറഞ്ഞ പോലെ, അവിടുത്തെ കർഷകരുടെ ഒരു വികാരം അല്ലെ. കർഷക സമരങ്ങളെ BJP അടിച്ചമർത്താൻ ശ്രമിച്ചത് പോലീസ് ഉപയോഗിച്ചും വാക്കുകൾ ഉപയോഗിച്ചും. ഈ കങ്കണയെ പോലുള്ള MP ആണ് കങ്കണ, നമ്മുടെ നടി, ബോളിവുഡ് നടി കങ്കണ MP ആണ്. വാ തുറന്നാൽ വെള്ളി എന്നൊക്കെ പറഞ്ഞ പോലെ വാ തുറന്നാൽ വിവാദമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ, കോൺഗ്രസിനെതിരെ, കർഷക സമരത്തിനെതിരെ വരെ അവർ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എയർപോർട്ടിലുള്ളത് ചെകളപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ കർഷകരുടെ ഒരു വികാരമാണ് ഹരിയാനയിൽ പ്രതിഫലിക്കുന്നത്. അത് മണ്ണിന്റെ മണമറിഞ്ഞ മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന കർഷകര്, അവരാണ് ഇപ്പൊ ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഒരു ട്രെൻഡ് പോകുന്നത് അല്ലേ. അപ്പൊ BJP തകർന്നടിയുന്ന കാഴ്ച. ഭൂപേന്ദ്ര സിംഗ് ഹൂഡയ്ക്കൊക്കെ നല്ല ലീഡുണ്ട്. എല്ലാവരും റിപ്പോർട്ട് ചെയ്യാണ്. വിനേഷിന് വീണ്ടും ലീഡ് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. വിനേഷിന് വീണ്ടും ലീഡ് എന്നുള്ള മാധ്യമങ്ങളിൽ വീണ്ടും മുന്നിലാവുന്നു. മുന്നിൽ അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോ അതൊരു ഭാഗമാണ്. മുന്നിലും പിന്നിലും കളിക്കുക. 72 സീറ്റില് കോൺഗ്രസ് മുന്നിൽ, BJP 13 BJP ദൈവം രണ്ടക്കം കാണുമല്ലോ. BJP രണ്ടക്കം എന്തായാലും കാണുമല്ലോ, രണ്ടക്കം കാണും. ഈ നമ്മളിപ്പോ മുന്നിൽ പിന്നിൽ എന്ന് പറയുമ്പോഴാണ് ഈ മാധ്യമങ്ങളെ, ഇപ്പൊ ദൃശ്യമാധ്യമങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ
ഒരു വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ പിന്നിൽ നിന്നൊക്കെ ഇടും. അതെ അതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളെ ഒന്ന് പിന്നിലാക്കും. അപ്പൊ തന്നെ പിന്നിൽ അയ്യോ എന്താ സംഭവം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കും. കുറച്ചു നേരം കണ്ടിരിക്കും. പിന്നെ പിന്നെയും മുന്നിൽ വരും. കണ്ടാൽ തന്നെ അതെ 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 എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് വേണമല്ലോ. അതുപോലെയൊക്കെ തന്നെ ഇന്ന് ഹരിയാന ഇലക്ഷന്റെ സമയത്താണ് നമുക്ക് ഈ പത്രവാർത്താസ് എന്നുള്ള പ്രോഗ്രാം വീണ്ടും തുടങ്ങാൻ പറ്റിയതിൽ ഒരു സന്തോഷമുണ്ട് അല്ലേ? കാരണം ഇലക്ഷൻ കൂടെ ആകുമ്പോൾ നമ്മൾ പത്രം വായിക്കുന്ന ഒരു ഇത് മറന്നു പോകുന്നു. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് നമുക്കപ്പോ പത്രങ്ങളിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ലൈവ് അപ്ഡേറ്റ് പറഞ്ഞതാണ്. കാരണം ഇത് പറയാതെ നമുക്ക് കടന്നു പോകാൻ സാധിക്കില്ല. കാരണം ഹരിയാന ഇലക്ഷനും കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളുടെ പത്രങ്ങളിലേക്ക് വരുവാണെങ്കിൽ, അതായത് ഇന്നലത്തെ വാർത്ത ഇന്നത്തെ പത്രം എന്നാണല്ലോ. അപ്പോ അതുകൊണ്ട് ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നിയമസഭയിൽ സംഘർഷം. വീണ്ടും ഒരു കുറച്ച് നാളുകൾ നമ്മൾ പത്രവാർത്ത തുടങ്ങണം എന്ന് പറഞ്ഞ പോലെ കുറച്ച് നാളുകൾക്ക് ശേഷം നിയമസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കയ്യാങ്കളി. ഒരു സമയത്ത് മറ്റേ വാസവൻ ആണോ കൊണ്ടൊക്കെ തുടങ്ങിയിട്ട് അതായത് വിദ്യാഭ്യാസ മന്ത്രി, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി. അയ്യോ അതൊക്കെ ഒരു സീനായിരുന്നല്ലോ. അത് ശിവൻകുട്ടിയെ തടഞ്ഞ് ശിവൻകുട്ടിയെ തടഞ്ഞ് അല്ല നന്നായി. കാരണം ശിവൻകുട്ടി കാണിച്ച ഒരു കളി അത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. ശിവൻകുട്ടീനെ തടഞ്ഞില്ലെങ്കിൽ പലതരത്തിലും പുള്ളി മനസ്സിലായില്ലോ. കാരണം ശിവൻകുട്ടി ആറാടിയ ഒരു ഇതുപോലത്തെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു. മുണ്ടൊക്കെ മണ്ടക്കി കസേരക്ക്. അതെ അതെ അതുകൊണ്ട് തടഞ്ഞ് വേണ്ട എന്നുള്ള രീതിയിൽ തൽക്കാരോട് വെക്ക്. അത് തന്നെ അവിടെ നില്ലേ. അപ്പം സതീശനെ വെട്ടി സഭാ ടി വിയിലാണ് ഇപ്പൊ ഈ നിയമസഭയിലുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുന്നത്. അത് സർക്കാരിന്റെ ഒരു നിയന്ത്രണത്തിലും കൂടിയുള്ള ഓരോ ചാനലായിട്ട് കൊടുത്തിട്ടില്ല. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരും എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഈ സതീശനെ വെട്ടി, അതായത് പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ വെട്ടി എന്ന് പറയുന്ന പോലെ, അതായത് രാഹുൽ ഗാന്ധിയൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ വെട്ടിമാറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതുപോലെ കേരളത്തിലും സതീശനെ വെട്ടി സഭാ ടി വി. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സെൻസറിങ് രാവിലെ സ്പീക്കറുടെ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യത്തിനെ തുടർന്നുള്ള തർക്കത്തിന് സതീശൻ പ്രസംഗിക്കുന്ന ദൃശ്യങ്ങൾ സഭാ ടി വിയിൽ നിന്ന് ഒഴിവാക്കി. ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യത്തിന്റെ തർക്കം. ആരാണ് അറിയില്ലേ, മുന്നിൽ നിൽക്കുന്നത് കണ്ടുകൂടെ എന്നുള്ള രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് വെട്ടിമാറ്റിന്ന്. അതൊക്കെ ജനാധിപത്യ വിരുദ്ധമല്ലേ. അപ്പോ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് സ്പീക്കർ, പ്രതിഷേധവുമായി പ്രതിപക്ഷം. അപ്പൊ അങ്ങനെ ഒരു പ്രതിപക്ഷത്തെ പോലും അവർ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു ദേശാഭിമാനിയിൽ ഒളിച്ചോടി പ്രതിപക്ഷം എന്നാണുണ്ടോ, അത് വേറെ അത് വേറെ ലീഗ്. അതെ നിലമറന്നു. അതെ അതെ അതായത് സഭാ ടി വി വെട്ടിക്കളഞ്ഞ ഫൂട്ടേജുകളിലുള്ള ചില സംഭാഷണങ്ങൾ നമ്മള് മലയാള മനോരമയൊക്കെ അതെ മലയാള മനോരമയൊക്കെ ഇടുന്നുണ്ട്. അതായത് താൻ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചപ്പോ താൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ല, നിങ്ങള് മൂടായി പോയി. അപ്പൊ മുമ്പിൽ നിന്നിട്ട് ആരാണെന്ന്, അതൊരു അവഹേളനമാണ്. പ്രത്യേകിച്ച് സ്പീക്കർ ചെയ്യാൻ പാടില്ല അല്ലെ, സ്പീക്കർ അത് ചെയ്യാൻ പാടില്ല. സ്പീക്കർ ഒരു മധ്യസ്ഥൻ പോലെ കൂടിയാണ്, രണ്ടുപേരെ മാനേജ് ചെയ്യേണ്ട ഒരാൾ. അപ്പൊ പിണറായി വിജയൻ ആരാണെന്ന് വി ഡി സതീശൻ ചോദിച്ചു. അല്ല ആ കളിക്കില്ല, കള്ളക്കളി. അപ്പൊ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അതായത് പിണറായി വിജയൻ ആരാണെന്നും വി ഡി സതീശൻ ആരാണെന്നും എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. ഞാൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം അംഗീകരിക്കുമെന്ന് കരുതണ്ട. അപവാദ പ്രചരണത്തിലൂടെ ആളുകളെ തകർത്ത് കളയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. നിങ്ങളുടെ വാക്കിന് വല്ല വിലയുമുണ്ടോ? സതീശനല്ല പിണറായി വിജയൻ, അത് മനസ്സിലാക്കിക്കോ. വി ഡി സതീശന് നിലവാരമില്ല, കാപട്യത്തിന്റെ മൂർത്തീകരണമാണ്. അതല്ല ഞാനെന്ന് ആരാ പറയുന്നേ? പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. അതൊന്നും എന്റെ അടുത്ത് ഏസില്ല കേട്ടോ. മെയിൻ ഡയലോഗ് പുള്ളിയുടെ ശൈലിയില്ല. പുള്ളിയുടെ ആ ഒരു നാട്ടിന് ആ ഒരു പിണറായിയിലുള്ള ഒരു ശൈലിയിലാണ് പുള്ളി ഡയലോഗ് കൊടുക്കുക. അതെ തീർച്ചയായിട്ടും. പിന്നെ വി ഡി സതീശൻ പറയുന്ന മുഖ്യമന്ത്രിയെ പോലെ അഴിമതിക്കാരൻ ആവരുതെന്നാണ് എന്നും എന്റെ പ്രാർത്ഥന. അങ്ങോട്ടും ഇങ്ങോട്ടും കീവാണ്ടേക്കായിരുന്നല്ലേ. തിരിച്ചടി ഉണ്ട് തീർച്ചയായിട്ടും. ഓ സതീശനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിയും അതേ മന്ത്രി രാവിലെ 9 ചോദ്യോത്തരവേളയിൽ ADGP RSS കൂടിക്കാഴ്ചയെ കുറിച്ച് സതീശൻ പരാമർശിച്ചപ്പോൾ വളരെ സെൻസിറ്റീവായ വിഷയമാണ്, തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. അൻവറിന്റെ ഒക്കെ ഓരോ ദിവസവും അല്ലെ പുതിയ പാർട്ടി വരാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ എത്തിച്ചൊരു സുപ്രധാന കാര്യമാണ്. അത് ചോദിക്കാതെ ഒരിക്കലും പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ഇരിക്കാൻ പോലും സാധിക്കില്ല. ആ ചോദ്യം വന്നത് സ്വാഭാവികമാണ്.
സാധാരണക്കാരന്റെ ഇടയിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ഒരു ചോദ്യം കൂടി ആയതോടെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തെന്നുള്ള രീതിയിലാണ്. അതെന്ത് പരിപാടിയാണ് അല്ലേ? അതാണ് അത് കമ്മ്യൂണിസ്റ്റ് അനുഭവമാണെങ്കിൽ ഇങ്ങനെയുള്ള ചില പരിപാടികളും ഉണ്ടാകും. പക്ഷെ അങ്ങനെയല്ലേ ഭരണപക്ഷം കൂടിയല്ലേ, പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത് സ്പീക്കറിനെ കുറിച്ചൊക്കെ. അപ്പോൾ അവിടെയാണ് ഈ ആരാണ് പ്രതിപക്ഷ നേതാവ്, മൈക്ക് അനുവദിച്ച ശേഷമുള്ള ബഹളത്തിനിടയിലാണ് ഈ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യമൊക്കെ വരുന്നത്. പിന്നീടാണ് എന്താണ് സർക്കാരിന്റെ താല്പര്യം സംരക്ഷിച്ച് ആ കസേരയിൽ ഇരിക്കുന്നതിന്റെ കുറ്റബോധമാണ് സ്പീക്കർക്ക് എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചത്. കുറെ നാളായി നിയമസഭ ബഹിഷ്കരിച്ചിട്ട്. അതെ, സാധാരണ മുഖ്യമന്ത്രി, അതെ തീർച്ചയായിട്ടും സാധാരണ മുഖ്യമന്ത്രി രാജിവെക്കാന്നൊക്കെ പറഞ്ഞാണ് അവർ ഇറങ്ങി പോവുക. ഇതിപ്പോ അങ്ങനെയല്ല, പ്രതിപക്ഷം എന്നുള്ളത് ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദ്യം വന്നപ്പോഴാണ്. അപ്പൊ ദേശാഭിമാനിൽ എന്താണ് അമലെ പറഞ്ഞിരിക്കുന്നത്? അത് തന്നെ ആ വാർത്ത എങ്ങനെയാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തത്? ചർച്ച ഒളിച്ചോടി പ്രതിപക്ഷം എന്നാണ് പറഞ്ഞത്. തുറന്നു കാട്ടപ്പെടുമെന്ന് പേടി. IC ബാലകൃഷ്ണൻ, അൻവർ സാദസ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയവർ സ്പീക്കറുടെ ഡൈസിലേക്ക് തള്ളിക്കയറി. സ്പീക്കറെ മറച്ച് ബാനർ പിടിച്ച് ബഹളം. അതിന്റെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടെ, സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാവരും കൂടെ പിടിച്ച് മാറ്റുന്ന ഒരു ഫോട്ടോ, കറക്റ്റ് ഫോട്ടോ. അത് എനിക്കൊക്കെ തോന്നുന്നത് ദേശാഭിമാനിക്ക് എക്സ്ക്ലൂസീവായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വശമാണ് ദേശാഭിമാനി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അവർക്കുണ്ടാവല്ലോ ഒരു പക്ഷം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ മറ്റു പത്രങ്ങളൊന്നും പറയാത്തൊരു പക്ഷം ദേശാഭിമാനി പറഞ്ഞിട്ടുണ്ട് അത് പ്രതിപക്ഷം ഒളിച്ചോടിയതാണ്, സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കേറി വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നുള്ള രീതിയിലാണ് ദേശാഭിമാനി ഈ ഒരു പ്രശ്നത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അല്ലെ. കേരള കൗമുദിയൊക്കെ നല്ലൊരു കാർട്ടൂൺ അടക്കം അല്ലെ കൊടുത്തിട്ടുണ്ട്. മലയാള മനോരമ സഭ പിരിഞ്ഞു, അയ്യോ ബൈജു എന്നുള്ളൊരു വ്യക്തി. തീർച്ചയായിട്ടും, അതായത് VD സതീശന് നിലവാരമില്ല എന്ന്, VD സതീശൻ അല്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞ പിണറായി വിജയന് VD സതീശൻ കൊടുത്ത മറുപടി, എന്റെ നിലവാരം അളക്കാൻ മുഖ്യമന്ത്രി വരണ്ട, നിലവാരമില്ലാത്തത് ആർക്കാണെന്നറിയാൻ മുഖ്യമന്ത്രി കണ്ണാടിയിൽ നോക്കിയാൽ മതി. അങ്ങയെപ്പോലെ അഴിമതിക്കാരനും നിലവാരമില്ലാത്തയാളും ആകരുതെന്നാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ചുറ്റുപാടും അവതാരകളാണ്. ഞാനൊന്ന് മാറി വായിച്ചാണ്. നിങ്ങളുടെ ചുറ്റുപാടും അവതാരകളാണ്, അവർ പറയുന്നത് മാത്രമേ നിങ്ങൾക്കറിയൂ എന്ന് VD സതീശൻ മറുപടി കൊടുത്തു. അതിന്റെ ഏറ്റവും പ്രത്യേകത മലയാള മനോരമയിൽ അവര് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പക്ഷെ കേരള കൗമുദി വരുമ്പോ 3 വാക്കിൽ നമുക്കെല്ലാം മനസ്സിലാക്കാം. എങ്ങനെ പറഞ്ഞു? ഈ മുഖ്യമന്ത്രിയെ പോലെ അഴിമതിക്കാരനും ആവരുന്നാണ് എന്റെ പ്രാർത്ഥന. അതെ, ഒറ്റ വാക്കിൽ ആ ഫുൾ സെന്റൻസിൽ അവര് പറഞ്ഞു. പിന്നെ അൻവറിന്റെ ഇരിപ്പിടം, അതായത് മുഖ്യമന്ത്രിയെ ചൂടുപിടിപ്പിക്കുന്ന ADGP ഒക്കെ മുൾമുനയിൽ നിർത്തുന്ന അൻവറിന്റെ ഇരിപ്പിടം പ്രതിപക്ഷത്ത് തന്നെ. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നല്ലേ ഫസ്റ്റ്, എന്നിട്ടാണ് പിന്നെ കമ്മ്യൂണിസ്റ്റിലോട്ട് വന്നത്. കോൺഗ്രസിലെ ചില പ്രശ്നങ്ങളും കോൺഗ്രസിലെ ചില കസേരകളെയും കോൺഗ്രസിലെ ചില ബുദ്ധിമുട്ടുകളൊക്കെ കാരണമാണ് കമ്മ്യൂണിസ്റ്റിലോട്ട് വന്നത്. പക്ഷെ അദ്ദേഹം വീണ്ടും ഇപ്പൊ തിരിച്ച് കോൺഗ്രസിലേക്ക് എന്നുള്ള രീതിയിലല്ല, പുള്ളി പുതിയ പാർട്ടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പ്രതിപക്ഷത്താണ് അദ്ദേഹത്തിന്റെ ഇരിപ്പിടം എന്നുള്ളത് ഒരു ചായവായിട്ട് അനുഭവം പറഞ്ഞ പോലെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. അപ്പോൾ ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ സ്വതന്ത്ര MLA, കണ്ട സ്വതന്ത്ര MLA എന്നാണ് അദ്ദേഹത്തെ ഇപ്പൊ സൂചിപ്പിക്കുന്നത് തന്നെ. ആ MLA സ്ഥാനം രാജിവെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. PV അൻവറിന്റെ നിയമസഭയിൽ ഇരിപ്പിടം പ്രതിപക്ഷത്ത് തന്നെ. ഭരണപക്ഷത്ത് നിന്ന് അൻവറിന്റെ സീറ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് CPM പാർലമെന്ററി പാർട്ടി കത്ത് നൽകിയിരുന്നെന്നും പ്രതിപക്ഷത്തോട് ചേർന്നുള്ള പുതിയ ഇരിപ്പിടത്തിന്റെ കാര്യത്തിൽ മാറ്റമില്ലെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. അൻവർ ഇന്നലെ സഭയിലെത്തിയില്ല. പ്രതിപക്ഷത്ത് ആ സീറ്റ് ഇട്ടുകൊണ്ടായിരിക്കാം ചിലപ്പോ. അവരങ്ങനെ ചെയ്താൽ ഞാനിങ്ങനെ ചെയ്യാം. അദ്ദേഹം ഒരു തന്റേടിയാണ് അല്ലെ, എന്തുകൊണ്ടും. അതുപോലെ ശിവൻകുട്ടിയെ തടഞ്ഞ മുഖ്യമന്ത്രി എന്നുള്ള വാർത്തയും നല്ലൊരു ഫോട്ടോ സഹിതം, അതിലിങ്ങനെ ശിവൻകുട്ടിയെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രി ഒരു ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. അതെ, പോവല്ലേ നീ പോയാൽ ശരിയാവില്ല, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കല്ലേ എന്നാ പറയുന്നത്. ചോദ്യോത്തരവേളയിൽ സ്പീക്കർക്ക് മുന്നിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾക്ക് നേരെ നീങ്ങിയ മന്ത്രി ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തടഞ്ഞു. ശിവൻകുട്ടിയാണല്ലോ നേരത്തെ ഞാൻ വാസവൻ എന്നൊക്കെ പറഞ്ഞു, ശിവൻകുട്ടിയാ. സഭയിൽ പ്രതിഷേധം ശക്തമായപ്പോൾ മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കാമെന്ന മട്ടിൽ ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ അടുത്ത് നിലയുറപ്പിച്ചിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ പ്രധാന വാർത്തകളിലോട്ട് പോകുമ്പോൾ നമുക്കിപ്പോ ഇലക്ഷന്റെ ഒരു ഇപ്പോഴത്തെ നില എന്താണ് അനൂപെ? നില വരുമ്പോൾ ഹരിയാനയിലെ 67 സീറ്റിൽ കോൺഗ്രസും BJP 20 സീറ്റിലും JJP അക്കൗണ്ട് തുറന്നിട്ടില്ല ഇതുവരെ. INLD 1, പിന്നെ അതേഴ്സ് 2. പിന്നെ ജമ്മു കാശ്മീർ വരുവാണെങ്കിൽ
ഇന്ത്യ മുന്നണി 46 സീറ്റിൽ മുന്നിലും BJP 27 സീറ്റിൽ മുന്നിൽ, PDP 5ഉം ആം ആദ്മി പാർട്ടി അവിടെ അക്കൗണ്ട് തുറന്നിട്ടില്ല, അതേസ് 12. ഓ, വല്ലാത്തൊരു തകർച്ച തന്നെയാണ് BJP നേരിടുന്നത്. അതായത് ജുലാനയിൽ വിനേഷ് ഫോഗട്ടിനെ വീണ്ടും ലീഡ് വന്നിരിക്കുകയാണ്. വിനേഷ് ഫോഗട്ട് താഴത്തോട്ട് പോയിട്ടില്ല. ജുലാനയിലെ ശക്തമായ ലീഡിലേക്ക് വിനേഷ് ഫോഗട്ട് എത്തിയിരിക്കുകയാണ്. അതുപോലെ ഒമർ അബ്ദുള്ള 2 ഇടങ്ങളിലും മുന്നിലാണ്. പിന്നെ JJP വളരെ പിന്നിലാണ്. JJP പക്ഷെ ഒരു സീറ്റ് നേടുമെന്ന്, അല്ലെങ്കിൽ ആ ഒരു സീറ്റിൽ മുന്നിലാണെന്നുള്ളത് പല മാധ്യമങ്ങളും ഇപ്പൊ പറയുന്നുണ്ട്. പക്ഷേ ഒരു സീറ്റിലും ഇല്ല എന്നുള്ളതും റിപ്പോർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ കാശ്മീരിലെ അവസ്ഥ എങ്ങനെയാണ്? ഇന്ത്യ മുന്നണി 46. ഓക്കെ, 46 ഇന്ത്യ മുന്നണി. BJP 27. അവിടെയും BJPക്ക് ഒരു തോൽവിയാണ്. അപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഒരു കരുത്തുള്ള ഒരു ഒരു വരവാണ് കാണുന്നത്. കാരണം ഇന്ത്യ മുന്നണി എന്നുള്ള സഖ്യം രൂപീകരിച്ചിട്ട് അധികാരമായിട്ടില്ല അല്ലെ. ഈ ഒരു കഴിഞ്ഞ ഇലക്ഷനല്ലേ ശരിക്കും ഇന്ത്യ മുന്നണി എല്ലാവരുമായിട്ട് വന്നത് തന്നെ. ഒരു വലിയ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതെ, തുടർച്ചയായിട്ട് ആര് ഭരിച്ചാലും ആ ഭരണം മോശമാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഭരണത്തിൽ നിന്ന് പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കടക്കം ഒരു നേട്ടം കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു കൂത്തും. കാരണം എന്തൊക്കെ വന്നാലും പിന്നെ മെഷീൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് വല്ല മാറ്റാന്നൊക്കെ അതൊക്കെ വെറുതെ ഇരിക്കുമല്ലേ, അതൊക്കെ വെറുതെ. അപ്പൊ ഇപ്പൊ എന്തായാലും ജനാധിപത്യം തന്നെ, പിന്നല്ലാതെ. അപ്പൊ ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. കേരളത്തിന് ഇതൊരു വലിയ പാഠമാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ പത്രങ്ങളുടെ അടുത്ത പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയാൽ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഓം പ്രകാശിന്റെ ലഹരി പാർട്ടി സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രേക മാർട്ടിനും പോലീസ് അന്വേഷണം സിനിമാക്കാരിലേക്ക്. വീണ്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു പ്രഭാവം കഴിഞ്ഞപ്പോ വീണ്ടും ലഹരി മാഫിയ സിനിമാ മേഖലയിലെ വീണ്ടും ഒരു പുതിയ വാർത്ത. അതെ, പ്രമുഖ താരങ്ങൾ ശ്രീനാഥ് ബാസിയും പ്രേക മാർട്ടിനും. തീർച്ചയായിട്ടും. നേതാവ് ഓം പ്രകാശിനെ സന്ദർശിക്കുകയും ലഹരി പാർട്ടിയിൽ പങ്കെടുക്കുകയും ചെയ്ത സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രേക മാർട്ടിനും ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് അന്വേഷണം. പ്രകാശിന്റെ ഫ്ലാറ്റിൽ ഇവര് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആണല്ലേ? തീർച്ചയായിട്ടും. അത് 20ഓളം സ്ത്രീകളടക്കം അതോടൊപ്പം പിന്നെ DJ പാർട്ടി എന്നുള്ള വ്യാജേനെ അതിന്റെ ഇടയിൽ ലഹരി. ശരിക്കും പോലീസ് വളരെ ശക്തമായിട്ടാണ് കേരളത്തിൽ മൊത്തം ഇന്ത്യയിൽ മൊത്തം ലഹരിയുടെ പല തരത്തിലും, കന്നഡ, ബാംഗ്ലൂര് അവിടെയൊക്കെ ഒരുപാട് താരങ്ങൾ അറസ്റ്റിലായിട്ടുണ്ട്, സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലും പിടിമുറുക്കാണ് പോലീസ്. അപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പേരുകൾ 2 പേരുകൾ, ഒന്ന് ശ്രീനാഥ് ബാസി, 2 പ്രയാഗ മാർട്ടിൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പ്രയാഗ മാർട്ടിന്റെ ഒക്കെ തുടക്കകാലത്തുള്ളൊരു അപ്പിയറൻസേ അല്ല അവരിപ്പോ, അല്ലെ? ഒരു എന്താണ് ആകെ മൊത്തം അടിമുടി മാറ്റം. നമ്മളിപ്പോ പറഞ്ഞ ഈ പെണ്ണിന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ച പ്രേക്ഷകരുണ്ടില്ലേ, അവരുടെ ഒരു ചേഞ്ച് ഓവർ കണ്ടിട്ടേ ആൾക്കാർ ചോദിക്കും സ്വാഭാവികമായിട്ട് അതന്നെ. അല്ല, ആൾക്കാർ ചോദിച്ചു വല്ല കഞ്ചാവാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്ഥിരം ചോദ്യം പോലെ. നമ്മൾ ഇത്തിരി മുടി വളർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പച്ച കുത്തി കഴിഞ്ഞാൽ, മോഡേൺ ഡ്രസ് ഇട്ടാലൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഡ്രസ് ഇട്ടൂടെ, ഞങ്ങൾക്ക് പച്ച കുത്തിക്കൂടെ? പക്ഷെ ഇങ്ങനെ തെളിയിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഇതുപോലുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾ വരുന്നത്, അല്ലെ? അല്ലാണ്ട് തെളിയിക്കാത്തിടത്തോളം ഇതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഇപ്പൊ പ്രയാഗ മാർട്ടിന്റെ പേര് വന്നിരിക്കുകയാണ്. ശ്രീനാഥ് ബാസിയുടെ പേര് വീണ്ടും ഒരു വിവാദത്തിൽ ഉയർന്നിരിക്കുകയാണ്. കുറച്ചാളത്തേക്ക് അല്ലെ ഒതുങ്ങി വിവാദമൊന്നും ഇല്ലായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് വന്നു, ഒരു തകർപ്പൻ ഹിറ്റ് അടിച്ച്, അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു അഭിനയത്തിന്റെ ഒരു വേറെ തലം തന്നെ നമ്മൾ കണ്ടു. നൈസായിട്ട് ആ രീതിക്കൊക്കെ അദ്ദേഹത്തിന്റെ ടാലന്റ് ഉപയോഗിച്ച് പോയാൽ പോരെ. ഈ ഒരു രീതിക്ക് പോകേണ്ട ആവശ്യം, ഇനി പഴയ കാര്യങ്ങളാണോ കുത്തിപ്പൊക്കുന്നതെന്നും പറയാൻ പറ്റില്ല. ഓംപ്രകാശിനെ പിടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം വെളിയിൽ വന്നത്. ഓംപ്രകാശ് മൊഴി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരത് നിഷേധിക്കും എന്തായാലും, തീർച്ചയായിട്ടും. പിന്നെ അവർ അറസ്റ്റിലേക്ക് നീങ്ങേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലെന്നാണ്. പിന്നെ ഈ പേരുകൾ വരുമ്പോ തന്നെ മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കുമല്ലോ, ശ്രീനാഥ് ബാസി, പ്രയാഗ മാർട്ടിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ? റീച്ചാണ് പ്രത്യേകിച്ച്. അതേ സിദ്ദിഖിന്റെ തന്നെ ഉണ്ടല്ലോ, പുറകെയാണ് ക്യാമറ ഇതുവരെ. പക്ഷെ പുള്ളി ഒന്ന് നൈസായിട്ട് ഒളിവിൽ പോയി, നൈസായിട്ട് ജാമ്യം എടുത്ത് തിരിച്ചു വന്ന് ഇപ്പൊ ചോദ്യം ചെയ്യല്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലായിരുന്നു, മൊഴി എടുക്കുന്നു, വിട്ടു. പക്ഷെ പത്രങ്ങൾ പുറകെയുണ്ട്. പുള്ളി ഗേറ്റ് തുറന്നാൽ പത്രങ്ങളുണ്ട്. ഫോളോയിങ് ആണ്. 24 സർവീസ്. സിദ്ദിഖിന്റെ വീടിന്റെ ഫ്രണ്ടിൽ വണ്ടി ഇട്ടിട്ടുണ്ട് എല്ലാ ചാനലുകളും, പ്രത്യേകിച്ച് റിപ്പോർട്ടറൊക്കെ. അതെ സാറ് സിദ്ദിഖ് ഇത്ര സ്പീഡിലാണ് പോകുന്നത് അതൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടിങ് ഭയങ്കര. അപ്പം കണ്ട സിദ്ദിഖിന്റെ കാര്യം എന്തേ, സിദ്ദിഖിനെ ഞാൻ പറഞ്ഞത് വെറുതെ അല്ലതെ. സിദ്ദിഖിനെ 12-ന് വീണ്ടും ചോദ്യം ചെയ്യും. ഇന്നലെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. ഇനി ജയസൂര്യനെ 15-ന് ഹാജരാക്കണം എന്നാണ്
പറഞ്ഞിരിക്കുന്നത്. ജയസൂര്യ 15 ഹാജരാവണം. പീഡന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ നടൻ സിദ്ദിഖിനെ ശനിയാഴ്ച വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം നൽകി വിട്ടയച്ചു. അപ്പോൾ ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. ഒരു ദൃശ്യം മൂടിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്, നിങ്ങൾ ഇനി വീണ്ടും വരേണ്ടി വരും എന്നുള്ള രീതിയിലാണ്. എന്നാൽ ആവശ്യപ്പെട്ടിരുന്നു എന്ന ഇതില്ലാതെയാണ് സിദ്ദിഖ് എത്തിയത്. ഏതില്ലാതെ കുറച്ച് രേഖകൾ കൊണ്ടുവരാനായിട്ട് സിദ്ദിഖിനോട് പറഞ്ഞിരുന്നു. അപ്പൊ അത് കൊണ്ടുവന്നില്ല. വീണ്ടും പത്രക്കാർക്ക് ചാകരയായി. ഡേറ്റ് എഴുതിയിട്ടുണ്ട് 12-ന്. അപ്പൊ 12-ന് എങ്ങനെ ലീവ് എടുത്ത് 12-ന് വന്നാൽ മതിയല്ല. അതെ അതെ അതെ. അപ്പൊ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താ പറയാമെന്നല്ലോ. മുല്ലപ്പെരിയാർ 122.9 അടി. കേരളത്തിൽ മഴ മുന്നറിയിപ്പ് ലഭിച്ചതോടെ കൂടുതൽ ജലം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോയി തുടങ്ങി. മഴ കനത്താൽ തമിഴ്നാട്ടിലേക്കുള്ള ജലത്തിന്റെ അളവ് വീണ്ടും വർദ്ധിപ്പിച്ചേക്കാം. അണക്കെട്ടിലെ ജലനിരപ്പ് ഇന്നലെ രാവിലെ 122.9 അടിയായി. അണക്കെട്ട് പ്രദേശത്ത് നേരിയ മഴയും പെയ്തു. അതൊരു പ്രധാനപ്പെട്ട ഒരു എപ്പോഴും മഴ കുറച്ച് കൂടുമ്പോ മുല്ലപ്പെരിയാർ ചർച്ച വരാറുണ്ട്. ഇനിയിപ്പോ റസൽ ജോയിനൊക്കെ ഇനി കാണേണ്ടി വരും. റസൽ ജോയിൻ അല്ലേ പേര്? റസൽ റോയ് ആണോ ജോയിയാ? റസലിന് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ചക്രവാത ചുഴി 4 ദിവസം ശക്തമായ മഴയ്ക്കെന്നുള്ള ഒരു മുന്നറിയിപ്പും കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ യൂടോക്കിന്റെ മെയിൻ ചാനലിൽ. അതെ, യൂടോക്കിൽ കാലാവസ്ഥ ഇപ്പോ 2 പ്രാവശ്യം ഇടുന്നുണ്ട്, ഉച്ചയ്ക്കും വൈകിട്ടും. അതെ, പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പിന്നെ തീർച്ചയായും അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളാണ് യൂടോക്ക് നടത്തുന്നത്. പ്രത്യേകിച്ച് മഴയുടെ കാര്യത്തിൽ. ഇപ്പൊ നമ്മൾ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ മഴ പെയ്യാറുണ്ട് അല്ലേ? കറക്റ്റായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ചക്രവാത ചുഴി 4 ദിവസം ശക്തമായ മഴ എന്നുള്ളതാണ്. അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന് രൂപം കൊണ്ട ചക്രവാത ചുഴി നോട്ട് ദ പോയിന്റ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 11 വരെ പരക്കെ മഴയ്ക്ക് സാധ്യത. എല്ലാവരും അതിന് ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുഖ്യമന്ത്രി പറയുന്ന പോലെ ജാഗ്രത മതി, ഭയം വേണ്ട എന്നുള്ള. വാഹനത്തിലൊക്കെ പോകുന്നത് ശ്രദ്ധിക്കുക. അതെ, വാഹനത്തിന്റെ ടയറൊക്കെ മാറ്റാൻ ശ്രമിക്കുക, പുതിയ ടയർ ഇടുക. സേഫ്റ്റിയാണ്. ശരിയാണ്. മഴയൊക്കെ വന്ന് ഇങ്ങനെ വെള്ളമൊക്കെ തെന്നിക്കിടക്കുമായിരിക്കും. ഓക്കെ, അത് ശരി. പിന്നെ നമ്മള് എല്ലാവരുടെയും ഒരു സന്തോഷ വാർത്തയാണോ അറിയില്ല. എന്നാ പറഞ്ഞ കേട്ടെ. ഓണം ബെമ്പർ നറുക്കെടുപ്പ്. ടിക്കറ്റ് എടുത്തില്ല. 25 കോടി രൂപ ഒന്നാം സമ്മാനത്തുകയായുള്ള ഓണം ബെമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. ഇതുവരെ അച്ചടിച്ചത് 69.70 ലക്ഷം ടിക്കറ്റും വിറ്റു തീർന്നു. ഇതോടെ 10 ലക്ഷം ടിക്കറ്റുകൾ കൂടി വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയുമായി ഇവയെ വിറ്റുപോകുമെന്നാണ് പ്രതീക്ഷ. വിൽപ്പനയിൽ മുന്നിൽ പാലക്കാടാണ്. അതെ, പാലക്കാട്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം പാലക്കാടാണ് കൂടുതൽ എപ്പോഴും ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള ഒരു സമയം. കാരണം പാലക്കാട് ട്രെയിനിലൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് കാണാം ലോട്ടറി ആയിട്ട് ഒരുപാട് പേര് വരുന്നു. ചിലരൊക്കെ എടുക്കുന്നത് ഒരു 100 എണ്ണമൊക്കെ എടുത്തുകളയും ചിലപ്പോ. ഈ വ്യാപാരികളുണ്ടാവല്ലോ വരുന്ന, അവരൊക്കെ എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് 5000 രൂപയൊക്കെ കൊടുത്തിട്ട് അത്രയും ലോട്ടറി. അവർ ഏരിയ ഭയങ്കര, ചില ഏജൻസീസ് ഒക്കെ ഭയങ്കര വിശ്വസ്തരാണ്. ഇത് അടിക്കും, വെറുതെ ആവില്ല എന്നൊക്കെ ഒരേ നമ്പറൊക്കെ തന്നെ ഒരുപാട് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ വളരെ ബുദ്ധിപരമായി എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് തന്നെ ഇതൊരു വലിയ സംഭവമാണ്. 500 രൂപയാണ് ഒരു ടിക്കറ്റിന്റെ. 500 രൂപ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തിരുവനന്തപുരത്താണ് 9.21 ലക്ഷവും തൃശ്ശൂരിന് 8.44 ലക്ഷവും ടിക്കറ്റുകൾ വിറ്റു. അതപ്പോ വേണമെങ്കിൽ ഒരു ട്രെൻഡ് അനുസരിച്ച് നേരെ പാലക്കാട് പോയി ടിക്കറ്റ് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തിരുവനന്തപുരം, എറണാകുളത്ത് ഒന്നും എടുക്കല്ലേ. പറയാൻ പറ്റില്ല, എറണാകുളത്ത് ഫസ്റ്റ് അടിച്ചാലോ. ഇതിന് പിന്നിൽ വല്ല മാഫിയ ഉണ്ടോ? സോറി മറ്റേ ഈ സംഭവം കറക്കിടില്ല. ആ സംഭവം പണ്ട് കയറില്ല ടിവിയിലൊക്കെ ഉണ്ടായിരുന്നു, ലോട്ടറി നറുക്കെടുപ്പ്. ഇത് നിർത്തിയെന്നാവോ? അടുത്തൊരു ചെറിയൊരു വാർത്ത. നമ്മുടെ രത്തൻ ടാറ്റ ഹോസ്പിറ്റലിലായിരുന്നു. രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് രത്തൻ ടാറ്റയെ മുംബൈ ബ്രീച്ച് ക്യാൻഡി ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ മാറ്റങ്ങളുണ്ടായി, മെച്ചപ്പെട്ടു. ഹോസ്പിറ്റലിൽ വിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഗാസയിലെ കാര്യങ്ങൾ അതിരൂക്ഷകരമാണ്. ആണല്ലേ? പിന്നെ 2 ലക്ഷം വീടുകളും 1.5 ലക്ഷം മറ്റു കെട്ടിടങ്ങളും നോവായിട്ട് ഇന്നും തുടരുകയാണ്. ഒരാണ്ട് പിന്നിട്ട് അവിടുത്തെ യുദ്ധങ്ങളുടെ ഒരു സാഹചര്യത്തിന്. എന്നിട്ടും കൊച്ചു കുട്ടികളടക്കം ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രായേൽ ഇത് എന്ത് ഭാവിച്ചാണ് എന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ കണ്ടൊരു തലക്കെട്ട് 2ാം ഹിറ്റ്ലറിന്റെ ഒരു ഉദയം എന്നുള്ള രീതിയിലാണ്. ഹിറ്റ്ലർ ആരായിരുന്നു നമുക്കറിയാം, ഹിറ്റ്ലറിന്റെ ചരിത്രം നമുക്കറിയാം, നെതന്യാഹുവിന്റെ ചരിത്രം
ഒരു ഹിറ്റ്ലറിന്റെ ചരിത്രത്തോട് ചേർത്ത് വെച്ചാണോ ഇനി കാലം വിലയിരുത്താൻ പോകുന്നതെന്ന് കണ്ടറിയണം ശരിക്കും പറഞ്ഞാൽ. പിന്നെ കോട്ടയത്ത് വളരെ നല്ല ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് മനോരമ കൊടുത്തിട്ടുണ്ട്. മാലിന്യം നേരെ മീനച്ചാറ്റിലേക്ക്. ഒന്ന് ആലോചിക്കുക, മീനച്ചിലാറിലേക്ക് മാലിന്യം നേരെ വിടുകയാണ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട്. അതെന്ത് ക്ലീനിങ് ആണത്? അതായത് നഗരത്തിലെ അഴുക്കുചാലുകൾ ചേർന്ന ഒരു മാലിന്യത്തോടായി മീനച്ചാറ്റിലേക്ക് ഒഴുക്കിച്ചേരുന്ന ഭാഗം അവര് പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഉണരാതെ മലിനീകരണ ബോർഡ് നാഗമ്പടത്ത് മലിനജലം തടസ്സം കൂടാതെ മീനച്ചിലാറ്റിലേക്ക് നേരിട്ട് പതിക്കാൻ പാതയൊരുക്കി നഗരസഭയുടെ മാതൃകാ പ്രവർത്തനം. നിയമലംഘനത്തിന് നടപടിയെടുക്കേണ്ട മലിനീകരണ നിയന്ത്രണ ബോർഡാകട്ടെ ഒന്നും അറിഞ്ഞിട്ടുമില്ല. നാഗമ്പടം റെയിൽവേ ഗുഡ് ഷെഡ് റോഡ് മുറിച്ച് കടന്നു പോകുന്ന കനാലിലൂടെയാണ് മാലിന്യം മീനച്ചിലാറ്റിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ അത് മോശമായ കാര്യമാണ്. കാരണം എത്രയോ പേര് ഈ വെള്ളം കൊണ്ട് തീർച്ചയായിട്ടും അത് മലിനമാക്കരുത്. നമ്മുടെ പുഴകള് പ്രകൃതിയുടെ ഒരു തിരിച്ചടി വരുമ്പോ പിന്നെ കിടന്നിട്ട് എല്ലാ വർഷവും വെറുതെ അല്ല. അത് തന്നെ. അതെ അതെ അതെ. പിന്നെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഇഞ്ചോടിഞ്ചായി. ഉയ്യോ. BJP 35 സീറ്റിലും INC 38 സീറ്റിലും. ഓ മൈ ഗോഡ്. പക്ഷെ എന്നിട്ടും ഇപ്പോഴും പല ചാനലുകളിലും പക്ഷേ പ്രമുഖ ഏഷ്യനെറ്റിലൊക്കെ 35-38 ആണ്. 38 സീറ്റിലും BJP 35 സീറ്റിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. കാശ്മീരിലല്ലേ? അത് വല്ലാത്തൊരു കേറിക്കയറ്റമായി പോയി. ഹരിയാനയിൽ വരുവാണെങ്കിൽ കോൺഗ്രസിന്റെ വലിയൊരു മുന്നേറ്റം. 71 സീറ്റുകളുണ്ട്. 71. അവരെ നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP 14 സീറ്റിലോട്ട് ഒതുങ്ങി. അതേഴ്സ് 5. അതേഴ്സിനെ കൂട്ടുപിടിച്ചാലും അയ്യോ ഒന്നും ആവത്തില്ല. ഹൃദയം തകർന്ന BJP എന്നാണ് തലക്കെട്ടുകൾ. മുഖ്യമന്ത്രി ആരാവുന്ന ചർച്ചകള് പുരോഗമിക്കുകയാണല്ലേ? തത്സമയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. നമ്മൾ ഓരോ നിമിഷവും ലീഡ് നിലകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ കൊടുങ്കാറ്റാണ് ഹരിയാനയില് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂപേന്ദർ സിംഗ് ഹൂഡയ്ക്ക് വൻ ലീഡ്. മിക്കവാറും പുള്ളി തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി. വേറെ മാറ്റങ്ങളൊന്നുമില്ലല്ലോ. അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൽ കോൺഗ്രസ് 24 കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹാഷ്മിയും ശ്രീകണ്ഠൻ നായരും ഏഷ്യാനെറ്റിലെ വിനു ഇങ്ങനെയുള്ളവരൊക്കെ കിടന്ന് അർമാദികനുണ്ടാവും. ഞങ്ങൾ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ മധുരപലഹാരങ്ങളൊക്കെ വിതരണം ചെയ്ത് തുടങ്ങി കോൺഗ്രസ്. അത് അവരുടെ ശക്തമായ ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമാണ് അല്ലെ? അതായത് BJP ഹരിയാനയിലും ജമ്മുവിലും കഠിനമായി പരിശ്രമിച്ചു. ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാവുന്ന പ്രതീക്ഷയുണ്ടെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ഇപ്പോൾ ഒരു ട്വീറ്റ് വിട്ടിട്ടുണ്ട്. അതായത് BJP ഇപ്പോഴും മുന്നോട്ട് വരും എന്നൊരു സൂചന അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ ഒരു അനിഷേധ്യമായ മുന്നേറ്റം പറയാതിരിക്കാൻ വയ്യ അല്ലേ? അടിയേറ്റ് BJP ബിഗ് ബ്രേക്കിംഗ് ആണ്. നമുക്ക് ഈ ഒമർ അബ്ദുള്ള ആയിരിക്കും മുഖ്യമന്ത്രി ജമ്മു കാശ്മീരിലെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം വളരെ മുന്നിലാണ്. ജമ്മു കാശ്മീരിലെ ബദ്ഗാവ് സീറ്റിൽ NC നേതാവ് ഒമർ അബ്ദുള്ള മുന്നിൽ. പക്ഷേ BJP വരികയാണെങ്കിൽ പണി പാളും. കോൺഗ്രസിന് അവിടെ കോൺഗ്രസിന് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ഹരിയാന കിട്ടിയാൽ മെച്ചപ്പെടുത്തിയല്ലേ? ഹരിയാനയിൽ JJP അധ്യക്ഷനും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ദുഷ്യന്ത് സിംഗ് ചൌട്ടാല പിന്നിലാണ് കേട്ടോ, വളരെ പിന്നിലാണ്. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറുന്നുണ്ട്. കാരണം ജമ്മു കാശ്മീർ വിട്ടു കഴിഞ്ഞാൽ കാശ്മീർ ഇപ്പൊ BJPക്ക് എങ്ങനെയാണ് കിട്ടുന്നെങ്കിൽ ഹരിയാനയുടെ ആ ഒരു വിജയവും വലിയൊരു രീതിയിൽ അവർക്ക് ആഘോഷിക്കാനായിട്ടൊരു മനസ്സ് വരില്ല അല്ലേ? കാശ്മീർ നമ്മുടെ രാജ്യ തലസ്ഥാനമാണല്ലോ. അത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, അങ്ങനെ ഹരിയാന ഇലക്ഷൻ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഹരിയാനയിലെ ഹിസാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി സാവിത്രി ജിൻഡാർ മുന്നേറുന്നു. രാംനിവാസ് രാര പിന്നിലാണ്, അതായത് കോൺഗ്രസ് പിന്നിലാണ്. അതിന് പകരം ഹരിയാനയിലെ ഹിസാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി സാവിത്രി ജിൻഡാൾ മുന്നിൽ എന്നുള്ള വാർത്തകളും വരുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ ഗ്യാൻ ചന്ദ് ഗുപ്ത പഞ്ച്കുല മണ്ഡലത്തിൽ മുന്നേറുന്നുണ്ട്. ഗ്യാൻ ചന്ദ് ഗുപ്ത അവിടെ കോൺഗ്രസ് പിന്നിലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. എന്തായാലും ഭൂപേന്ദർ സിംഗ് ഹൂഡയ്ക്ക് തന്നെയാണ് മുഖ്യമന്ത്രി പദം എന്ന് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ?
ഇതെന്താണ് മറ്റേ BJP-യുടെ മുന്നേറ്റം മാത്രം എന്റെ അപ്ഡേറ്റിൽ വരുന്നത്, വല്ല ജനന്റെയൊക്കെയാണ് അത് ഇതെല്ലാം BJP പക്ഷെ അത് അത് അങ്ങനെയൊക്കെ. അപ്പൊ തൽക്കാലത്തേക്ക് അത് വായിക്കണ്ട. എന്തായാലും തലസ്ഥാനവും അതുപോലെ ഹരിയാനയൊക്കെ നീല ഉടുക്കാൻ പോവുകയാണ്. ഓറഞ്ച് എന്നുള്ളത് മാറാൻ പോവാണ് തീർച്ചയായിട്ടും. അത് ഇന്ത്യയിലെ ക്രിക്കറ്റ് ജേഴ്സിയിൽ പോലെ ഇത് പ്രതിഫലിക്കുന്നു വിചാരിക്കും. മാറ്റം വരട്ടെ, ജേഴ്സിയും മാറട്ടെ, കാരണം ഇവന്മാരങ്ങനെ ആണല്ലോ അല്ലേ. അപ്പൊ പിന്നെ ഇന്ന് കളിയുണ്ടോ ക്രിക്കറ്റ്? ബംഗ്ലാദേശ് പോകുമ്പോ നോക്കാല്ലേ, തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത പ്രധാനപ്പെട്ട വാർത്തകള് പത്രവാർത്താസിലേക്ക് തിരിച്ചു വരും. ഇടക്കിടക്ക് നമ്മൾ ഹരിയാനയുടെ അപ്ഡേറ്റ് പുറത്തുവിടുന്നതായിരിക്കും. അപ്പോ ഹരിയാന മുഖ്യമന്ത്രിക്ക് ലീഡുണ്ട്. പത്രങ്ങളും അതോടൊപ്പം തന്നെ പത്രങ്ങൾ എന്താ പറയുന്നത്, എല്ലാം ഈ ഇന്നലെ നടന്ന അയ്യോ അടിപിടിനെ കുറിച്ചാ. അധികം വാർത്തകൾ ഈ അടിപിടി ഉള്ളത് കൊണ്ടാണ് കനത്ത അക്രമം. എവിടെയാണ്? വാർഷിക ദിനത്തിൽ നീ നേരത്തെ പറഞ്ഞ ഗാസയില് ഇതുവരെ 41,000 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അയ്യോ ഒരു രക്ഷയില്ല. എന്റെ ദൈവമേ, കൂടിപ്പിരിഞ്ഞ് 60. അതേപോലെ ഇന്നലത്തെ വിറ്റാണുള്ളത്. പ്രതിച്ഛായയുടെ പോർവിളി വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ ഇന്നലെ നടന്നത് നിയമസഭയിൽ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. തീർച്ചയായിട്ടും. അപ്പൊ RSSഉം CPM-ഉം തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. RSSഉം CPM-ഉം തമ്മിലുള്ള അന്തർധാര സജീവമാണെന്നാണ് കോൺഗ്രസും പറയുന്നത്, അതുപോലെ അൻവറും പറയുന്നത് അല്ലെ. PV അൻവർ ഇടക്കിടക്ക് അത് പറയുന്നുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇനി ബിസിനസ്സിലോട്ട് വന്നുകഴിഞ്ഞാൽ ന്യൂസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാളികളുടെ ആക്രമണം. ഇത് വ്യാളിയാ എന്തുമാണ്? ചൈനയിൽ നിക്ഷേപിക്കാൻ വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങൽ തുടരുന്നു. തുടർച്ചയായി 6ാം വ്യാപാര ദിനത്തിലും രാജ്യത്തെ ഓഹരി വിപണിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത് നഷ്ടത്തിൽ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിപണിക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചതെങ്കിൽ ഇപ്പോഴത്തെ ഇടിവിന്റെ പ്രധാന കാരണം വിദേശ നിക്ഷേപകർ കൂട്ടത്തോടെ ചൈനയിലേക്ക് പോകുന്നതാണ്. ഓ മൈ ഗോഡ്. അതെ അതെ. ഓക്കെ. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 84 നിലവാരത്തിലേക്ക് ഇടിഞ്ഞു. ഓഹരി വിപണിയിൽ നിന്ന് വൻതോതിൽ നിക്ഷേപം പിൻവലിക്കപ്പെടുന്നതാണ് കാരണം. ഓ മൈ ഗോഡ്. ഈ പറയുന്ന ഷെയർ മാർക്കറ്റിലൊക്കെ ശ്രദ്ധിക്കുക. ചൈനയാണ് ഇപ്പോൾ ഒരു സേഫ് സോൺ എന്നുള്ള രീതിയിൽ പലരും പിൻവലിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. അതുകൊണ്ട് വലിയ കനത്ത തിരിച്ചടിയാണ് ഇന്ത്യൻ മാർക്കറ്റുകൾക്കൊക്കെ വരുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ വാർത്ത അതെന്തായിരുന്നു അനൂപേ? അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വാർത്തയാണല്ലേ. ഫോൺ തട്ടിപ്പറിച്ചോടിയാൽ AI പിടിക്കും. ഓ മൈ ഗോഡ്. അവിടെയും AI കടന്നു കയറ്റം. AI ആണ് ഇനി AI യുഗമാണ് ഇനി. പറഞ്ഞോളൂ. ആൻഡ്രോയിഡ് ഫോണുകളിൽ പുതിയ ആന്റി തെഫ്റ്റ് ഫീച്ചർ അവതരിപ്പിച്ച് ഗൂഗിൾ. ഉടമയുടെ കയ്യിൽ നിന്നും ഫോൺ ആരെങ്കിലും തട്ടിപ്പറിച്ച് ഓടിയാൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഫോൺ ലോക്ക് ചെയ്യുന്നതാണ് ആന്റി തെഫ്റ്റ് ഫീച്ചർ. മോഷൻ സെൻസറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫോണിന്റെ ചലനം നിരീക്ഷിച്ചാണ് മോഷണം പോയോ ഇല്ലയോ എന്ന് ഗൂഗിൾ വേർതിരിച്ചറിയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഫോൺ പൂർണ്ണമായും ലോക്ക് ആവുകയും ഇതിലെ ഡേറ്റ ക്ലൗഡിലേക്ക് അപ്ലോഡ് ആവുകയും ചെയ്യും. ഫോണിന്റെ വിവിധ ചലനങ്ങൾ തിരിച്ചറിയാനുള്ള AI മോഡിന് 10 ലക്ഷത്തോളം സാഹചര്യങ്ങൾ പരിശീലനം നൽകിയിട്ടുണ്ട്. 10 ലക്ഷത്തോളം സാഹചര്യങ്ങളിൽ പരിശീലനം നൽകിയിട്ടുണ്ടാകും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ആൻഡ്രോയിഡ് 10 മുതലുള്ള എല്ലാ ഫോണുകളിലും ആന്റി തെഫ്റ്റ് ഫീച്ചർ ലഭിക്കും. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അപ്ഡേറ്റ് ചെയ്യണം അല്ലെ? അപ്ഡേറ്റ് ചെയ്യണം. ഈ ഫീച്ചറൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം. നല്ലൊരു കാര്യം തന്നെയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ. അയ്യോ കറക്റ്റ്. ഈ ഒരു സംഭവം വളരെ നല്ലൊരു കാര്യമാണ് ഗൂഗിളിന്റെ ഒരു അവതരിപ്പിച്ചാണ്. അപ്പൊ കൃത്യമായി ഗൂഗിൾ അക്കൗണ്ടിലൊക്കെ ആക്ടിവേറ്റ് ചെയ്തിടണമെന്ന് തോന്നുന്നുണ്ടല്ലേ. ആ പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എങ്കിലേ ഗൂഗിളിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സ്വർണ്ണവില 56,800 രൂപ എത്തിയിട്ടുണ്ട് പവന്. പിന്നെ ഗ്രാമിന് 7,100 രൂപയായിരിക്കാണ്. അതായത് ഇപ്പോ ഓരോ ദിവസം സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ഒരു 160 രൂപ കുറഞ്ഞായിരുന്നു കേട്ടായിരുന്നു. അല്ല ചിലപ്പോ പക്ഷെ ഒരു വലിയൊരു പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് അതൊരു വലിയ സംഭവമായിരിക്കും. ഒരു 100 പവൻ എന്നൊക്കെ പറഞ്ഞ സംഭവം അല്ലെ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എങ്ങനെ നടന്ന സ്വർണ്ണമാണല്ലേ. പണ്ടൊക്കെ ഏത് സമയത്ത് പണ്ട്
ഇത്രയൊന്നും ഇല്ലായിരുന്നു, ഭയങ്കരമായിട്ട് കുറവായിരുന്നു. ഇപ്പോഴല്ലേ അത് ഓരോ ദിവസം കൂടുന്തോറും 500 രൂപ 100 രൂപ അങ്ങനെ സ്വർണം മേടിച്ചിട്ടാ മതിയായിരുന്നല്ലേ? ഇപ്പൊ എന്ത് റിച്ചാ വരുന്നത്. സ്വർണം മേടിക്കാൻ അന്ന് കാശ് വേണം. ശരിയാ, അന്ന് അത് തന്നെ, അന്നത്തെ സാഹചര്യത്തിൽ അന്ന് പൈസ വേണ്ടേ? സത്യം. എടാ, ആർജിക്കർ കൊലപാതകം നമ്മള് ചർച്ച ചെയ്തിരുന്നതാണ് പത്രവാർത്താസിന്റെ ആദ്യത്തെ എപ്പിസോഡുകളിൽ. നമ്മള് കൊൽക്കത്തയില് എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു തീർച്ചയായിട്ടും. ആർജിക്കർ കൊലപാതകം, അത് അതിൽ നീതി കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അത് അന്ന് തുടങ്ങിയത് ഇതുവരെയായിട്ടും നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ പലപ്പോഴും അതെ പ്രതിഷേധങ്ങൾ ഡോക്ടർമാരുടെ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലടക്കം ഉണ്ടായിട്ടുണ്ട്, പണിമുടക്ക സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതിലൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ആർജിക്കർ കൊലപാതകം സഞ്ജയ് റോയ് ഏകപ്രതി, കുറ്റപത്രം സമർപ്പിച്ചു. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. സഞ്ജയ് റോയ് മാത്രമാണ് കേസിലെ പ്രതി. കൂട്ട ബലാത്സംഗം സംബന്ധിച്ച് കുറ്റപത്രത്തിൽ പരാമർശമില്ല. എന്നാലോചിക്കേ, കൂട്ട ബലാത്സംഗം എന്നാണ് പറയപ്പെടുന്നത്, ഒരാൾ പ്രതി, അതെന്ത് കൂട്ടമാണത്? ഒരു കൂട്ടത്തെ ഇപ്പൊ എവിടെ പോയി? ആ കൂട്ടം എവിടെ പോയി? ആ കൂട്ടത്തെ എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു എന്നുള്ളത് എത്ര പ്രകടനങ്ങളാണ് നടത്തിയത്, അല്ലേ? ഞാൻ സാധാരണക്കാരൻ ഇതുപോലെ ഏതെങ്കിലും ഒരാള് കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഇത്രയും വലിയൊരു പ്രതിഷേധം ഉണ്ടാവില്ല. ഇത്രയും വലിയ പ്രതിഷേധം അരങ്ങേറ്റോടുകൂടി ഒരാളെ മാത്രമേ പിടിച്ചുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ ഒരാൾ മാത്രം. ഇപ്പോ സഞ്ജയ് റോയ്, പൾസർ സുനി മാത്രം എന്നൊക്കെ പറഞ്ഞ ഇതിങ്ങനെ അതെന്താ നീ ഇവിടെ എടുത്തിട്ട് പൾസർ സുനി മാത്രം എന്നൊക്കെ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് ചിരിച്ചു കളയേണ്ട വിഷയമല്ല, നമ്മള് ട്രാക്ക് മാറ്റുന്നതല്ല. എന്നാലും സഞ്ജയ് റോയ് മാത്രം. ഒരുപാട് 2 മാസത്തോളമായി ഒരു കേസ് ഇപ്പോഴും. അതും CBI ആണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പോലീസിൽ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ അന്വേഷിക്കാതെ വരുമ്പോഴാണ് നമ്മൾ അടുത്ത ഘട്ടം, അല്ലെ, ക്രൈംബ്രാഞ്ചിലേക്കും CBIയിലേക്കൊക്കെ പോകുന്നത്. പക്ഷെ ഇവരും ഈ രീതി തുടരുകയാണെങ്കിൽ ഇനി കോടതി തന്നെയാണ് ആശ്രയം, അല്ലെ? കോടതിയിൽ നേരിട്ടുള്ള ഇടപെടലുകളാണ് വേണ്ടത്. അപ്പൊ തെളിവിന്റെ അഭാവമായിരിക്കും, തെളിവ് ഓരോ ദിവസം ചെല്ലുന്നോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരിക്കും. തീർച്ചയായിട്ടും. സംസ്ഥാനത്ത് 89,424 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കുടുംബശ്രീ. അതെ, PMAY ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നഗരസഭകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന PMAY നഗരം ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കിയത് 89,424 വീടുകൾ. ആകെ 1,32,327 വീടുകൾ നിർമ്മിക്കാൻ 5,293.08 കോടി രൂപയുടെ പദ്ധതിക്കാണ് കേന്ദ്ര അനുമതി ലഭിച്ചിരിക്കുന്നത്. അപ്പൊ കേന്ദ്രത്തിന്റെയും കൂടി ഒരു വലിയ സഹായമുള്ളൊരു പദ്ധതിയാണ്. ആ പദ്ധതിയിലൂടെ ഒരുപാട് വീടുകൾ നിർമ്മിക്കപ്പെടുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത. അതിന് കുടുംബശ്രീ ചുക്കാൻ പിടിക്കുന്നു, അല്ലെ? നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഭാഗമായ ഒരു കൂട്ടായ്മയാണ് കുടുംബശ്രീ. അപ്പൊ ആ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ഇങ്ങനൊരു മുന്നേറ്റം ഒരു വളരെ അപ്രിഷിയേറ്റബിൾ ആണ്, അല്ലെ? തീർച്ചയായിട്ടും. അടുത്തടുത്ത പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ യുദ്ധത്തിൽ വിജയിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത്. ഞാൻ വീണ്ടും ആ പലസ്തീൻ ഗാസയിലേക്ക് വരെ വരാം. അദ്ദേഹം ഇപ്പോഴും വിജയിക്കും എന്ന് പറഞ്ഞിട്ട് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾ കുറ്റസമ്മതം നടത്തി പോകുള്ളൂ. പക്ഷെ ആ ജനത ഒരിക്കലും സറണ്ടർ ആവില്ല. അവരെ മൊത്തത്തിൽ ഇതാക്കിയാലും ഒരാളുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും. ആ രീതിക്കാണ് ഒരു പ്രതിരോധം അവര് തീർക്കുന്നത്. പിന്നെ അടുത്തൊരു വാർത്ത വരുന്നത്, ഇന്ത്യയും മാലിദ്വീപും കറൻസി വിനിമയ കരാറിൽ ഒപ്പിട്ടു. അതായത് മാലിദ്വീപിലെ പ്രധാന അധികാരിയായിട്ടുള്ള പ്രധാനമന്ത്രി ഇങ്ങോട്ട് വന്നിരുന്നു മാലിദ്വീപിലെ. അദ്ദേഹം ഇന്ത്യൻ സന്ദർശനത്തിലാണ്. അപ്പോൾ പല കരാറുകളും അദ്ദേഹം ഒപ്പിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കരാറാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള കറൻസി വിനിമയ കരാർ. ഉപേക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ മാലിദ്വീപ് ധാരണ. മാലിദ്വീപിലെ വിദേശ നാണ്യ ശേഖര പ്രതിസന്ധി തരണം ചെയ്യാൻ ഇന്ത്യ സഹായം നൽകുകയാണ്. അതൊരു സംഭവമാണല്ലോ, അല്ലേ? അങ്ങനെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്നത് മാലദ്വീപിലേക്കാണ്. വീണ്ടും പറയാണ്, നറുക്കെടുപ്പ് നാളെയാണ്, അല്ലെ? 70 ലക്ഷം ടിക്കറ്റുകളാണ്. ആ 70 ലക്ഷത്തിൽ നിങ്ങളൊരു ഭാഗ്യശാലിയാണോ? നമ്മുടെ കമ്പനിയിലും പല ആൾക്കാരും എടുത്തിട്ടുണ്ട്. അതെ, നമ്മുടെ കമ്പനിയിൽ നിന്ന് എടുത്ത നറുക്കെടുപ്പല്ലേ? നറുക്കെടുപ്പ് വരുമ്പോ നമ്മുടെ കമ്പനിയിൽ നിന്ന് എടുത്തവർക്ക് അടിക്കട്ടെ. ഓ, അങ്ങനെ.
സ്പോർട്സിലേക്ക് വരാം. നമ്മൾ കം ബാക്ക് ടു സ്പോർട്സ് അല്ലേ? കം ബാക്ക് സ്പോർട്സിൽ ഇന്നൊരു വിരമിക്കലുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു വിരമിക്കലെന്നുണ്ട്. എവിടെ എവിടെ പോരാട്ട വീര്യത്തിന്റെ ദീപജ്വാല എന്നുള്ള രീതിയിൽ മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്, മനോരമയും കൊടുത്തിട്ടുണ്ട്. ദീപ കർമാക്കർ വിരമിച്ചു. അതായത് 2016 റിയോ ഒളിമ്പിക്സിൽ 4ാം സ്ഥാനം നേടി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ ജിംനാസ്റ്റ്. ഈ ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളാണ് ജിംനാസ്റ്റിൽ ഭയങ്കര സംഭവമായിട്ടുള്ളത്. ഇപ്പോഴും സ്വർണം നേടുന്നത് അവരൊക്കെ തന്നെയാണ്. പക്ഷെ അതിന് നമ്മുടെ ഒരു ഇന്ത്യക്കാരി 4ാം സ്ഥാനം നേടി അല്ലെ, ജസ്റ്റ് മിസ് വെങ്കലം. അപ്പൊ അവര് വിരമിച്ചിരിക്കുകയാണ്. അത് ഭയങ്കര നമുക്കൊരു നിരാശയാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ. കാരണം ഒരു മെഡൽ അല്ലെ നൽകിയ ഒരാള് വിരമിക്കുകയാണ്. അതുപോലെ ബിനേഷ് ഫോഗട്ട് വിരമിച്ചു. കഴിഞ്ഞ വർഷം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കരസ്ഥമാക്കിയിരുന്നു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ അതാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ. ഏഷ്യയിലെല്ലാവരും ചൈന എല്ലാരും വിടുമല്ലോ, അവിടെ സ്വർണം നേടിയ ആളാ. 2018 ലോകകപ്പിൽ സ്വർണം, 2014 കോമൺവെൽത്ത് ഗെയിംസിൽ വെങ്കലവും കൂടെ നേടിയിട്ടുണ്ട്. ത്രിപുര അഗർത്തല സ്വദേശിയായ ദീപ 6ാം വയസ്സിൽ പരിശീലനം തുടങ്ങിയിരുന്നു. കാലിലെ വൈകല്യം, അതായത് പലകക്കാൽ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. കാരണം ജിംനാസ്റ്റിക്സിൽ ദീപയ്ക്ക് തിളങ്ങാൻ കഴിയില്ലെന്നായിരുന്നു പരിശീലകരുടെ വിലയിരുത്തൽ. പക്ഷേ കഠിന പരിശീലനത്തിലൂടെ പരിമിതികളെ മറികടക്കാൻ ദീപയ്ക്ക് കഴിഞ്ഞു. അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ. അവരുടെ കഠിനമായ പരിശ്രമം, അപ്പൊ എന്തിനും ഒരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ കഠിനമായ പരിശ്രമം തന്നെയാണ്. പിന്നെ ഷോർട്ട് കട്ട്സ് ഇല്ല. പറയുന്ന പോലെ സച്ചിൻ വിരമിച്ചപ്പോ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, ദർ ഈസ് നോ ഷോർട്ട് കട്ട്സ് അല്ലേ, കൃത്യമായത്. പിന്നെ അടുത്ത വാർത്തകൾ എന്താ? അടുത്ത വാർത്ത വരികയാണെങ്കിൽ പരിശീലന സ്ഥാനം സനത് ജയസൂര്യ ശ്രീലങ്ക അല്ലെ? അപ്പൊ പഴയ പ്രതാപകാലം വീണ്ടും ശ്രീലങ്ക കുറച്ച് ഫോം ആവുന്നുണ്ടല്ലോ. നെതിരെ ടെസ്റ്റ് വിജയം, ഇന്ത്യക്കെതിരെ 27 വർഷങ്ങൾക്ക് ശേഷം ഏകദിന പരമ്പര. അതൊക്കെ ഭയങ്കര സംഭവമുണ്ടോ? ശ്രീലങ്ക തിരിച്ചു വരുന്നു, കിട്ടില്ല. ശ്രീലങ്ക പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലനായി മുൻ ക്യാപ്റ്റൻ സനത് ജയസൂര്യ തുടരും. 2026 ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന T20 ലോകകപ്പ് വരെയാണ് 55-കാരനായ ജയസൂര്യയുടെ നിയമനം. ഇന്ത്യക്കെതിരെയായും ഏകദിന പരമ്പരയിലും ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും ജയസൂര്യ ഇടക്കാല പരിശീലനമായിരുന്നു. ഈ 2 പരമ്പരകളും ജയിച്ചതിന് പിന്നാലെയാണ് ജയസൂര്യ സ്ഥിരം പരിശീലനാകാൻ ലങ്കൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചത്. അതൊരു നല്ലൊരു കാര്യമാണ്. ഇപ്പോ കയറി വന്നോണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സനത് ജയസൂര്യനെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് പ്ലെയർ, അവിടുത്തെ ലെജൻഡ് എന്ന് പറയാം. അത് തീർച്ചയായും ലെജൻഡ് എന്ന് പറയാൻ വേറെ വാക്കില്ല. അതുപോലെ അമ്മാതിരി ഹിറ്ററാണ് സനത് ജയസൂര്യ, കുമാർ സംഗക്കാര, മഹള ജയവർദ്ധന, ദിൽഷൻ, ഉപ്പുൽ തരംഗക്കുള്ള സമയം. അത് തന്നെ. ചമിന്ദവാസ് ഉണ്ടായിരുന്നു, അറിയാമോ? ചമിന്ദവാസിന്റെ ഏറ്റവും നല്ല ഫിഗർ 8 വിക്കറ്റ് 16 റൺസിനെന്തോ, അങ്ങനെ ഒരു ഫിഗർ തന്നെ പുള്ളിക്കുണ്ട്. 8 വിക്കറ്റ് വൺ ഡേയില് 8 എണ്ണം എടുത്ത്. അതാലോചിക്ക്, അങ്ങനത്തെ ഒരു ടീമായിരുന്നു. അറിയാലോ, വേൾഡ് കപ്പ് അടിച്ച ടീമാ. ഓസ്ട്രേലിയ പോലെയും ഇംഗ്ലണ്ട് പോലെ എല്ലാരും പേടിക്കുന്ന ഒരു ടീമായിരുന്നു ശ്രീലങ്ക. തീർച്ചയായിട്ടും ആ കാലങ്ങളിൽ ഓസ്ട്രേലിയയൊക്കെ അടിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ശ്രീലങ്ക വരണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ വരണം. അത് റേഞ്ച് ഒരു കാലഘട്ടം അല്ലേ? എല്ലാവർക്കും ഒരു കോമാളി വേഷം കിട്ടുന്നത്. അതെ, ഇപ്പൊ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ജയിക്കാനെന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ഒരു കാലമുണ്ട്, അത് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ എന്നുള്ള തലതൊട്ടപ്പന്മാരെ അടിച്ചിടുന്ന ടീമായിരുന്നു പാകിസ്ഥാൻ. ഇൻസമാമിന്റെ ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് വക്കാ യൂനിസ്, വസീം അക്രത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തില് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ ജയിച്ചിരുന്നത് പാകിസ്ഥാനാണ്. ഇന്ന് നിങ്ങൾ റെക്കോർഡ് പരിശോധിച്ചാൽ അറിയാം, ഇന്ത്യയെക്കാൾ കൂടുതൽ രണ്ടുപേരെ മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജയിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ്. പക്ഷേ വേൾഡ് കപ്പ് മത്സരങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുമ്പിൽ ഇതുവരെ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. T20 വേൾഡ് കപ്പിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ 2022 ഇന്ത്യ തോൽപ്പിച്ചല്ലേ. കാരണം നിർഭാഗ്യങ്ങൾ അത് മാറി മാറി വരുന്ന ഒരു സംഭവം. പ്രത്യേകിച്ച് നിർഭാഗ്യവശാലാണ് പലപ്പോഴും. മിസ് ബൗളർക്ക് അന്നത്തെ കളി ഓർമ്മയില്ല നിനക്ക്? വേൾഡ് കപ്പിൽ ശ്രീശാന്ത് ക്യാച്ച് പിടിച്ചത്. അയ്യോ, അതൊന്ന് ജയിപ്പിച്ചെന്നുള്ള മുതൽ വിചാരിച്ചതാ മിസ്ബ ഇല്ലേ? അമ്മാതിരി അടി അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ധോണിയുടെ ഒരു ടാക്ടിക്സ്, ആ പുതുമുഖ ബോളർക്ക്, എന്ത് ശർമ്മയാണ് പുള്ളിക്കാരന്റെ പേരെന്തായിരുന്നു? പുള്ളിക്കാരൻ ബോളിംഗ് കൊടുത്തിട്ട് അവിടെ നിന്ന് വരുന്ന ആ ഒരു കറക്റ്റായിട്ട് ശ്രീശാന്തിനെ പ്ലേസ് ചെയ്യുന്നു. ശ്രീശാന്ത് ഒരു വിധത്തിൽ എടുത്തു ആക്കി വെച്ചല്ലേ, ചങ്കിടിക്കുന്ന നിമിഷങ്ങള് ഇന്ത്യ കപ്പ് പൊക്കി.
അതൊക്കെ ഒരു കാലം എന്ന് പിന്നെ വരുവാണെങ്കിൽ ഒന്നാം ടെസ്റ്റ് പാകിസ്ഥാൻ 4-ന് 328. അത് പാകിസ്ഥാൻ അതിലെ പ്രധാനമായത് ഇംഗ്ലണ്ടിൽ വെച്ചല്ല മത്സരം നടക്കുന്നത്, പാകിസ്ഥാനിൽ വെച്ച മത്സരം. പാകിസ്ഥാൻ പിച്ചുകൾ എപ്പോഴും പാകിസ്ഥാന് അനുകൂലമാണ്, എപ്പോഴും അനുകൂലമാണ്. ഇനി അങ്ങനെ സെറ്റ് ചെയ്തിടണമെന്ന് അറിയാം. 151. അങ്ങനെ അപ്പൊ പിന്നെ വരുവാണെങ്കിൽ അല്ല, പാകിസ്ഥാനിലേക്ക് ഇപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നത് പോലെ ഇന്ത്യക്ക് വിലക്കുകളുണ്ട്. നമുക്ക് ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യക്ക് ഭയങ്കര സുരക്ഷാ പ്രശ്നമായിട്ട് പാകിസ്ഥാനിൽ പോയി കളിക്കാനാണ്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ICC ചാമ്പ്യൻസ് ട്രോഫിയാണ് അത് നടക്കോ ഇല്ലയോ, ഇന്ത്യയില് അല്ല പാകിസ്ഥാനിൽ പോവോ അല്ലെങ്കിൽ വല്ല ദുബായിലോ വല്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് കളിക്കാൻ പറ്റുള്ളൂ സൂചന. അതൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ മിക്കവാറും ICCയുടെ തലപ്പത്ത് നമ്മുടെ അമിത്ഷായുടെ മകൻ പേരറിഞ്ഞൂടാ, ജയ്ഷായോ ജയ്ഷാക്ക് എത്തിയ സാഹചര്യത്തിൽ എന്തായാലും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടായിരിക്കാം എടുക്കുന്നത്. അപ്പൊ പിന്നീട് അടുത്ത വാർത്ത ജൂനിയർ സോറി ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. തുടക്കം സൂപ്പർ, ആദ്യ പകുതി പിന്നിടുമ്പോൾ കളിക്കളത്തിലും പുറത്തും ആവേശമാവുകയാണ് സൂപ്പർ ലീഗ്. ഈ സൂപ്പർ ലീഗ് കേരള എന്താ നിൽക്കുന്ന ക്ലിക്കായോ? സത്യം പറഞ്ഞാൽ ഇതിപ്പോ എല്ലാ മത്സരങ്ങളും ഇപ്പൊ സ്റ്റേഡിയം ഫുള്ള് ആണോ ആൾക്കാർ വരുന്നുണ്ട്. എന്റെ അമ്മേ, ISL പോലെ തന്നെ വരുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ കളി വരുമ്പോ ഈ നിറച്ച് ആൾക്കാരില്ല, അതുപോലെ തന്നെ സൂപ്പർ ലീഗിലും അതുപോലെ തന്നെ ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണ്. മലപ്പുറത്തിന്റെ ഒരു വികാരമാണത്. മലപ്പുറം ആയിരുന്നു ഏറ്റവും അടിപൊളിയാന്ന് പറഞ്ഞത്. പക്ഷെ പോയിന്റിനെ നോക്കുമ്പോൾ മലപ്പുറം FC പിന്നിലാണ്. അയ്യോ, തൃശ്ശൂർ മാജിക്ക് ഏറ്റവും പിന്നിലാണ്. കണ്ണൂർ വാരിയേഴ്സ്, അതായത് ആസിഫിക്കയുടെ കണ്ണൂർ വാരിയേഴ്സ്. ആസിഫിക്ക് നല്ല കാലമാണ് അല്ലെ. നമുക്ക് ആസിഫിക്കിനെ കുറിച്ച് പറയുമ്പോ, ആസിഫിക്കയുടെ നല്ല കാലം പറയുമ്പോ, ഇപ്പൊ ഫുട്ബോളിൽ അദ്ദേഹത്തിന്റെ ടീം ഇപ്പോ വിജയത്തിലെത്തുന്നു. അദ്ദേഹത്തിന്റെ സിനിമ കിഷ്കിന്ദ കാണ്ഡം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. 30 ദിവസം കഴിഞ്ഞു, 70 കോടിയിലധികം കളക്ഷൻ പിന്നിട്ടുകൊണ്ട് കിഷ്കിന്ദ കാണ്ഡം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതായത് ARM എന്നുള്ളൊരു വമ്പൻ പടം, വമ്പൻ മാസ് മസാല ബിഗ് ബഡ്ജറ്റ് പടമുള്ള സാഹചര്യത്തിലാണ് ത്രില്ലർ പടം കിഷ്കിന്ദ ഇറങ്ങിയത്. ഓടിയെത്താൻ പറ്റി, അതോടൊപ്പം തന്നെ ഫാമിലി ഓഡിയൻസ് ഏറ്റെടുത്ത് ഇപ്പോഴും പിന്നെ വീക്കെൻഡുകളിൽ ഇപ്പോഴും വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ഷോസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ ലെവൽ ഒരു പാൻ ഇന്ത്യൻ ത്രില്ലർ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. കാരണം എല്ലാ റിവ്യൂവേഴ്സും, അതായത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലുള്ളത്, നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ റിവ്യൂവേഴ്സും വളരെ പോസിറ്റീവായിട്ടുള്ള ഈ പടം നിങ്ങൾ കണ്ടിരിക്കണം, മലയാള സിനിമയിൽ നിന്ന് അടുത്തൊരു മാണിക്യം വന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നല്ലൊരു കാലമാണ് ആസിഫിക്ക്. ജോബി ജോർജ് നിർമ്മിച്ച്, ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് നിർമ്മിച്ച്, ദിൽജിത്ത് എന്ന അദ്ദേഹത്തിന്റെ പേര്, ദിൽജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത, അതിന്റെ റൈറ്ററിനെ കുറിച്ച് പറയണം. കാരണം റൈറ്റർ തന്നെയാണ് ക്യാമറയും അല്ലെ, DOP അദ്ദേഹം തന്നെയാണ് ARMന്റെ ക്യാമറയും. ARMന്റെ ക്യാമറ അദ്ദേഹം തന്നെയല്ലേ? പ്ലീസ് കുറച്ച് സമയം തരണം, നോക്കണം. അത് നോക്കുന്ന സമയം കൊണ്ട് ഇപ്പൊ കൊറോണ സമയത്താണ് ആ സ്ക്രിപ്റ്റ് എഴുതിയത്. അതെ, അത് എത്ര ദിവസം കൊണ്ട് എഴുതിയത്? 8 ദിവസം കൊണ്ട് എഴുതി. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു കഥ. അത് ഏകദേശം 2 വർഷം എടുത്താണ് ഡെവലപ്പ് ചെയ്ത് എഴുതിയപ്പോഴത്തേനാണ് ഒരു 8 ദിവസത്തെ ഗ്യാപ്പിൽ പെട്ടെന്ന് എഴുതി തീർത്തത്. തീർച്ചയായിട്ടും. അപ്പൊ കിഷ്കിന്ദാകാന്ഡം എഴുതിയത് എപ്പോഴും എഴുത്തുകാരെ സിനിമക്കാർ പലപ്പോഴും വിസ്മരിക്കാറുണ്ട്, എപ്പോഴും സംവിധായകന്റെ പേരിൽ വരെ. പക്ഷെ എഴുത്ത് ഭയങ്കരമായിട്ട് പ്രതിഫലിച്ച ഒരു സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡം. ബാഹുൽ രമേശ് ഇദ്ദേഹം ശരിക്കും നിസ്സാരക്കാരനല്ല. അദ്ദേഹം ഒരുപാട് സിനിമയിൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെയാണ് റൈറ്റർ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ റൈറ്റിംഗ് സംരംഭമാണ് അല്ലെ കിഷ്കിന്ദ കാണ്ഡം. ഒരു വലിയ വിജയമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ഒരു കീഴിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് നൽകുന്നത്. അപ്പോൾ ആസിഫിക്കയുടെ കണ്ണൂർ വാരിയേഴ്സ് പോയിന്റ് പട്ടികയിൽ മുന്നിലാണ് എന്നുള്ള വാർത്തയിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഇത് ചെയ്തത്. കം ബാക്ക് ടു സ്പോർട്സ്. സൂപ്പർ ലീഗ് കേരള ക്ലിക്ക് ആയിരിക്കുകയാണ്. ഇനി ഒരു സംശയവും വേണ്ട. ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ടെലികാസ്റ്റ് ഉണ്ട്. കാണികളുടെ വരവ്, അനൂപ് സൂചിപ്പിച്ചതുപോലെ കാണികളുടെ വരവ് അതൊരു വല്ലാത്ത വരവാണ്. കാരണം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം, മഞ്ചേരി പൈനാട് സ്റ്റേഡിയം, കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. എല്ലായിടത്തും കാണികൾ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കൊമ്പൻസ് കാലിക്കറ്റ് കളി കാണാൻ 9422 പേരെത്തി. കോഴിക്കോട്ട് സെപ്റ്റംബർ 18 നടന്ന
കാലിക്കറ്റ് ഫോഴ്സ കൊച്ചി മത്സരത്തിന് 11,200 പേരെത്തി. കൂടിക്കൂടി വരും. രാജുവേട്ടന്റെ ടീം ഏതാ? ഫോഴ്സ കൊച്ചി. യെസ്, നമ്മുടെ ടീമാ. വേറെ ഒന്നല്ല, നമ്മള് കൊച്ചിക്കാരായതുകൊണ്ട്. ഇതിനെ കുറിച്ച് പറഞ്ഞ വേറെ കാര്യമുണ്ട്. സംസ്ഥാന കൂൾ ഗെയിംസ് ഗുസ്തിയിൽ സ്വർണം വാരി കണ്ണൂർ. കണ്ണൂര് തന്നെ മൊത്തത്തിലൊരു കണ്ണൂര് അങ്ങോട്ട് ആധിപത്യമാണല്ലോ എല്ലായിടത്തും അല്ലെ. ഗെയിംസിൽ കണ്ണൂരിന്റെ ഒരു ആധിപത്യം കൊള്ളാം. 66ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ കണ്ണൂരിൽ നടക്കുന്ന ഗ്രൂപ്പ് 3 മത്സരങ്ങളുടെ ആദ്യ ദിനത്തിൽ കണ്ണൂരിന് 7 സ്വർണം. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും റെസ്ലിംഗ് മത്സരത്തിലാണ് കണ്ണൂർ സ്വർണം നേടിയത്. തീർച്ചയായിട്ടും. പിന്നെ വരുവാണെങ്കിൽ ബാഴ്സയ്ക്ക് ജയം. സ്പാനിഷ് ലാലിഗ ഫുട്ബോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാമനായിരിക്കുകയാണ് ബാഴ്സലോണ. രാജ്യാന്തര ഇടവേളയ്ക്ക് ശേഷം പിരിഞ്ഞു. റോബർട്ട് ലെവൻഡോസ്കിയുടെ ഹാട്രിക്കിൽ ആൽവാസിനെ 3-0 തോൽപ്പിച്ച് ബാഴ്സയ്ക്ക് 9 കളിയിൽ 24 പോയിന്റ്. രണ്ടാമതുള്ള റയൽ മാഡ്രിഡിന് 21 പോയിന്റ്. അതായത് 7, 22, 32 മിനിറ്റുകളായിരുന്നു ലെവൻഡോസ്കിയുടെ ഗോളുകൾ. ലെവൻഡോസ്കിയുടെ ഫോം റാഫീനയുടെ 2 അസിസ്റ്റുകളുമാണ് ഇതിൽ പ്രധാനമായിട്ടും. കഴിഞ്ഞ ഒരു ലീഗിലാണെങ്കിൽ ബാഴ്സ പിന്നിലായിരുന്നു. പക്ഷെ പുതിയ കോച്ച് വന്നതോടൊപ്പം ഫ്ലിക്ക് വന്നതോടൊപ്പം ക്ലിക്കായിരിക്കണം. അതാണ് കറക്റ്റ് കാര്യം. ലെവൻഡോസ്കി എനിക്ക് തോന്നുന്നു ഹാട്രിക് അടിച്ചിട്ട് കുറെ നാളായി. കുറച്ച് ആളായി. കാരണം എന്തായിരുന്നു, പഴയ പരിശീലന്റെ കീഴിൽ അങ്ങനെ അത്ര ഫോം അല്ലായിരുന്നു. മാറ്റങ്ങൾ വന്നപ്പോ കണ്ടോ, മാറ്റങ്ങൾ വന്നു. ഫ്ലിക്കിനെ നേരത്തെ ബേൺമൂണിക്കിനെ കളിച്ചോണ്ടിരുന്നപ്പോ ഫ്ലിക്ക് തന്നെ ആയിരുന്നു ലെവൻഡോസ്കിയുടെ കോച്ച്. അത് ബാഴ്സലോട്ട് വന്നപ്പോ ഫ്ലിക്ക് ബാഴ്സയിൽ വന്നു, ലെവൻഡോസ്കി ഫോമിലോട്ടായിരിക്കണം. അതൊരു വലിയ ഇതാണ്. പിന്നെ ബാർസലോണ ഒരു കടുത്ത ആരാധകനാണ്. തീർച്ചയായിട്ടും ഞാൻ ബാർസലോണയുടെ ആരാധകനാണ്. ബാർസലോണയാണ്. മെസ്സി ഉള്ള സമയത്തോ അല്ല അതിനു മുമ്പോ ഒക്കെ ബാർസലോണയുടെ ആരാധകനാണ്. ഇപ്പോ കുറച്ച് നാളായിട്ട് അത്രത്തോളം ഫോളോ അപ്പ് ചെയ്യുന്നില്ല. റയൽ മാഡ്രിഡ് പോലൊരു ആ ടീം ബമ്പന്മാരെ എടുത്തുകൊണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത, ടോട്ടനത്തിന് തോൽവി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ടോട്ടനത്തെ അട്ടിമറിച്ച് ബ്രൈറ്റൺ അട്ടിമറി വിജയം നേടിയേക്കാണ് അല്ലെ. 3-2 ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണ്. യാക്കൂബ മിൻത്തെ 48 മിനിറ്റിലും ജോർജിന റൂട്ടർ 58 മിനിറ്റിലും ഒക്കെ ഗോൾ അടിച്ചു. മുന്നിൽ നിന്ന ശേഷമാണ് 3 ഗോൾ അയ്യോ, അതൊരു സംഭവമാണ് അല്ലെ. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇടയിൽ സംഭവിക്കുന്ന പോലെ. സമനില ടീം രക്ഷയില്ലോമാരെക്കൊണ്ട്. കാരണം ഒഡീഷ പോലുള്ള ഒരു ടീമിനെതിരെ 2 ഗോൾ മുന്നിൽ നിന്ന ശേഷമാണ് 2 ഗോൾ പിന്നീട് അടിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ 2 ഗോൾ കൊണ്ട് അർമ്മ. കാരണം 30 മിനിറ്റിനുള്ളിൽ തന്നെ 2 എണ്ണം വീണപ്പോ തന്നെ അയ്യോ, സാധാരണ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ അല്ലല്ലോ എന്നുള്ള മൂടായി. പിന്നെ ബ്ലാസ്റ്റേഴ്സ് തനിക്കുണം കാണിച്ചു. പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു കലിപ്പടക്കട്ടെ, കപ്പടിക്കട്ടെ എപ്പോഴാണെന്ന് വെച്ചാൽ എന്ത് പറയാനാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ നടന്ന മത്സരം 2-0 ഗോവ. ഫസ്റ്റ് ഹാഫില് 2-0 ബ്ലാസ്റ്റേഴ്സ് പിന്നിലായി. പിന്നെ പിന്നീട് സെക്കൻഡ് ഹാഫിൽ 4 ഗോളാണ് അടിച്ചത്. അതൊരു എപ്പോഴും രോമാഞ്ചം. ഞാൻ ആദ്യത്തെ ഹാഫ് 2 ഗോള് അടിച്ച പിന്നെ ഓഫ് വെച്ചു. 70 മിനിറ്റ് കഴിക്കുമ്പോ 3 ഗോള് കളി വെച്ച്. അതെ, അത് വിഷയം. എടാ, ഒരു ലെജൻഡ് അന്തരിച്ചിട്ടുണ്ട്. ഡച്ച് ഫുട്ബോളർ യോഹാൻ ക്രൈഫിനൊപ്പം കളിച്ച നീസ്കെൻസ് അന്തരിച്ചു. ഡച്ച് ഫുട്ബോളർ യോഹാൻ നീസ്കെൻസ് 73 വയസ്സായിരുന്നു, അന്തരിച്ചു. ടോട്ടൽ ഫുട്ബോളുമായി ഡച്ച് ലോകം കീഴടക്കുമ്പോൾ ടീമിലെ പ്രധാനിയായിരുന്നു ഈ മധ്യനിര താരം. 1970-ലും 1978-ലും ലോകകപ്പിൽ റണ്ണറപ്പായ ടീമിൽ അംഗമായിരുന്നു. അതായത് ജർമ്മനിക്കെതിരെ 2-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഗോൾ നേടിയ ഒരു താരം കൂടിയായിരുന്നു. യോഹാൻ ക്രൈഫിന്റെ ഒപ്പം കളിച്ചിട്ടുള്ള വാൻ ബാസ്റ്റൻ, ക്രൈഫ് ഇവരോടൊപ്പം കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ 1970 മുതൽ 81 വരെയായിരുന്നു നെതർലൻഡ്സിൽ ഇദ്ദേഹത്തിന്റെ ഒരു സമയം. 49 മത്സരങ്ങളിൽ ബൂട്ട് കിട്ടി, 17 ഗോളുകളും നേടി. ഈ പറയുന്ന പോലെ ക്ലബ് ഫുട്ബോളിൽ അയാക്കസ്, ബാർസലോണ, ന്യൂയോർക്ക് കോസ്മോസ് തുടങ്ങിയ ക്ലബ്ബുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അയാക്സിനൊപ്പം 10 കിരീടങ്ങളും ബാർസയ്ക്കൊപ്പം 2 കിരീടങ്ങളും നേടി. നെതർലൻഡ്, ഓസ്ട്രേലിയ, ബാർസലോണ ക്ലബ്ബുകളുടെ സഹപരിശീലകനും ആയിട്ടുണ്ട് അദ്ദേഹം. ഓക്കെ, പിന്നെ അടുത്തൊരു വാർത്തയിലേക്ക്, ഇദ്ദേഹത്തിന്റെ ആ ഒരു അന്തരിക്കൽ വാർത്ത കഴിഞ്ഞിട്ട് വരുന്ന ഒരു അടുത്ത വാർത്തയിലേക്ക് വന്നാൽ, ലോക ജൂനിയർ ഷൂട്ടിങ്ങില് ഇന്ത്യ ജേതാക്കൾ. അത് നല്ലൊരു സന്തോഷം. കാരണം ഷൂട്ടിങ്ങിൽ എപ്പോഴും ഇന്ത്യ സ്വർണം നേടുന്ന പോലത്തെ സ്വർണം അല്ലെങ്കിൽ വെള്ളി. ഇന്ത്യക്കൊരു ഉന്നം തെറ്റാറില്ല ഇന്ത്യയുടെ, അങ്ങനെ പറയാം. അതെ, ഉന്നം തെറ്റാതെ ഇന്ത്യ പിള്ളേരും അല്ലെ വന്നു തുടങ്ങിയാണ്. ജൂനിയറാണ് ജേതാക്കളായിരിക്കും ഇന്ത്യ. ലോക ജൂനിയർ ഷൂട്ടിങ്ങിൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ജേതാക്കള്. 13 സ്വർണവും 3 വെള്ളിയും 8 വെങ്കലവും അടക്കം 14 മെഡലുകൾ നേടിയാണ് ഇന്ത്യ ഒന്നാമതെത്തി. പാരീസ് ഒളിമ്പിക്സിലൊക്കെ ഈ മെഡൽ പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. സ്വർണം എന്നുള്ള സാധനം അല്ലേ
അതെ അതെ ഏതായാലും അതുകൂടാതെ അവസാന ദിവസം 50 മീറ്റർ പിസ്സ ടീം ഇനത്തിൽ ഇന്ത്യ സ്വർണം നേടിയിട്ടുണ്ട്. പിസ്റ്റളിലും ഇന്ത്യ ഉന്നം തെറ്റാറില്ല എല്ലാത്തിലും. തീർച്ചയായിട്ടും ഒളിമ്പിക്സിൽ ഇതുപോലെ തന്നെ മുന്നേറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സ്പോർട്സ് അങ്ങനെ നമ്മള് അതെ. രഞ്ജി ട്രോഫി പിന്നെ നോക്കൌട്ട് ലക്ഷ്യമിട്ട് കേരളം ഇറങ്ങുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ വെള്ളിയാഴ്ച പഞ്ചാബിനെ നേരിടാൻ പോവാണ്. മികച്ച ടീമാണ് എന്തായാലും. മികച്ച ടീമുമായിട്ടാണ് കേരളം ഇത്തവണ രഞ്ജി ട്രോഫിക്കായിട്ട് ഇറങ്ങിയത്. അതെ, എന്നാ സച്ചിൻ ബേബി അവകാശപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പോർട്സ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ലീഡ് നില പരിശോധിച്ചാൽ നോക്കുവാണെങ്കിൽ ഹരിയാനയിൽ BJP 44-ഉം കോൺഗ്രസ് 42. അയ്യോ തന്നെയാണ്. ദൈവമേ, പണിപ്പാളിയല്ലോ ഇത്. അതെ, എന്തൊക്കെയാണ് നടന്നത്? വമ്പൻ ടെസ്റ്റ്. അതായത് 44 BJP വീണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ. കോൺഗ്രസ് കുറഞ്ഞു, ഹരിയാനയിൽ 39 സീറ്റായിട്ട് കുറഞ്ഞു. BJP 44 സീറ്റിൽ മുന്നില്. തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഒരു എന്താ പറയാ, മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തവർക്ക് ഒരു കനത്ത തിരിച്ചടിയാണല്ലോ. അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അത് എന്ത് പിന്നെ തിന്നു കഴിഞ്ഞ് അത് തന്നെ ഏരിയ എന്ത് പഠിക്കാനാണ് ഇനി നാണെങ്കിലൊന്നും തോന്നുന്നുണ്ട്. അല്ല പോട്ടെ, എന്തായാലും ഒരു വലിയ വിജയമാണ് പ്രതീക്ഷിച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് എത്തിയപ്പോൾ BJP നിസ്സാരക്കാരല്ല, അങ്ങനെ തകർന്നടിയാൻ വേണ്ടി ആയിട്ടില്ല. അപ്പൊ മോദിയുടെ പ്രഭാവമൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ തീർച്ചയായിട്ടും മാറി മറിഞ്ഞ് ഹരിയാന 41 ഇഞ്ചോടിഞ്ച്. ദൈവമേ, ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രാജ്യത്തിന്റെ സ്പന്ദനമാണ് ഓരോ ഇലക്ഷനും നമുക്ക് കാണിച്ചു തരുന്നത്. പ്രത്യേകിച്ച് ഏകദേശം സെയിം ആയി, 41 ഒപ്പത്തിനൊപ്പം എത്തി. കശ്മീരിലാണ് പിന്നെയും ഒരു മുന്നേറ്റം വന്നിരിക്കുന്നത്. 46 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ഉണ്ട്. 23 സീറ്റുകളിലേക്ക് BJP കൂപ്പുകുത്തിയിരിക്കുന്നു. ആദ്യ സമയത്തും ഉണ്ടായിരുന്നു. ഇനി പറയുന്ന പോലെ ഇവരുടെ ഈ ടാക്ടിക്സ് ആണോ, മീഡിയ ടാക്ടിക്സ് ആണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ പൊളിറ്റിക്സ് ആണോന്ന് അറിയില്ല. ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുന്നതാണോന്ന് അറിയില്ല. അണികൾക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതാണോന്ന് അറിയില്ല. പക്ഷെ അന്തിമ ഫലം വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിലാണ് കാര്യം. ലീഡ് നില മാറി ഹരിയാനയും ജമ്മു കാശ്മീരും ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ റിസൾട്ട് ഇഞ്ചോടിഞ്ചാണ്. നിമിഷങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും. അപ്പോ കുറെ കാര്യങ്ങള് കോൺഗ്രസ് വീണ്ടും പിന്നിലായിരിക്കുകയാണ്. ഹരിയാനയിൽ 43 സീറ്റുകളിൽ BJPയും 40 സീറ്റുകളിൽ കോൺഗ്രസും. അയ്യോ, ലീഡ് വീണ്ടെടുത്ത് BJP. അയ്യോ, അതൊരു വല്ലാത്ത വാർത്തയാണ് നൽകുന്നത്. BJP പെട്ടെന്ന് കയറി. BJPയുടെ പ്രഭാവം അവസാനിച്ചിട്ടില്ല. BJP ഇതാ തിരിച്ചു വരുന്നു. BJP തിരിച്ചു വരുന്നു. കശ്മീരിൽ പക്ഷെ തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. അത്രയും ഒരു വ്യത്യാസമുണ്ട്. ഒരു 20-23 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ലീഡ് ചെയ്യുന്നത് ഇന്ത്യ മുന്നണി. ഒരിടയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പകുതിയോളം ആയപ്പോഴേക്കും 72 സീറ്റോളം തന്നെ കോൺഗ്രസ് മുന്നിലായിരുന്നു. അവിടുന്നാണ് നമ്മൾ സ്പോർട്സിലോട്ട് പോയ വഴിക്കും വീണ്ടും മാറി മറിഞ്ഞ ലീഡ് നില. 42-40 BJP 42ലേക്ക്. നമ്മൾ സത്യം പറഞ്ഞ ഈ ഇത് നോക്കാതെ നാഷണൽ മീഡിയസിലുണ്ട്. ജമ്മു കാശ്മീരിൽ നാഷണൽ മീഡിയാസിൽ കൊടുത്തിരിക്കുന്നത് 38-28 ആണോ. അതായത് കോൺഗ്രസ് 38, ഇന്ത്യ സഖ്യം 38, BJP 28 ജമ്മു ആൻഡ് കാശ്മീരിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഹരിയാനയിൽ കൊടുത്തിരിക്കുന്നത് BJP 44 കോൺഗ്രസും 42 ഇന്ത്യ ടുഡേയിൽ വരുന്ന. അല്ല, മാറി മറിഞ്ഞത് വീണ്ടും മാറി പറയുന്നുണ്ട്. 49-24 എത്തി. 49 ഇന്ത്യ മുന്നണി, 24 BJP ജമ്മു കാശ്മീരിൽ. നേരത്തെ പറഞ്ഞ് തെറ്റുപറ്റിപ്പോയതാണ്. അത് കുറച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട പ്രശ്നമായിരുന്നു. 49 സീറ്റിൽ 50ലേക്ക് 50 അടിക്കാൻ പോവുക. അവിടെയും മൊത്തം എത്ര 90 സീറ്റല്ലേ അവിടെ ഉള്ളത്? 90 രണ്ടും 90 എന്തായാലും വിനേഷ് ഫോഗട്ട് ലീഡ് നിലനിർത്തുന്നുണ്ട്. അതാ BJP തിരിച്ചു വരുന്നു. ഹരിയാനയിൽ ഒപ്പത്തിനൊപ്പം ലീഡ് വരുത്തി BJP. അയ്യോ, ഒരു രക്ഷയില്ല. പക്ഷെ എന്നിരുന്നാലും BJP 45 38 ദൈവം ഇനി കുറഞ്ഞു എന്തൊക്കെ ബഹളം വരുന്നു. 70 സീറ്റ് കോൺഗ്രസ് 40, BJP 72 വരെ വന്നതാണ്. 72 വരെ വന്നു. ഇതെന്ത് മൗനം മാറ്റി. അതെ. അപ്പോ BJP തിരിച്ചു വരുന്നു. തിരിച്ചു വരാൻ എവിടെയും പോയിട്ടില്ല. അവര് തന്നെ ഭരിച്ചോണ്ടിരിക്കണം കഴിഞ്ഞ 10 വർഷമായിട്ട്. തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ചത് കോൺഗ്രസ്. അതെ, ലീഡ് നിലയിൽ അവർ വീണ്ടും മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. BJP തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഹരിയാന ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് തിരിച്ചു വരും എന്ന് വിചാരിച്ചു. ചില പ്രശ്നങ്ങൾ ആ വിചാരം സ്ഥാനത്തായ സംശയമാണ്.
ചില പ്രശ്നങ്ങളാൽ ബി ജെ പിയിൽ കുറച്ച് പ്രത്യേകിച്ച് കർഷകരുടെ കർഷകരുടെ പിന്നെ വിനേഷ് ഫോഗട്ടിന്റെ പ്രശ്നം വിനേഷ് ഫോഗട്ടിന്റെ പ്രശ്നം ഒരു റൂട്ട് ലെവലിൽ അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവും. എത്രത്തോളം മാധ്യമങ്ങൾ അത് മുക്കി എന്നറിയില്ല. പക്ഷെ റൂട്ട് ലെവലിൽ ഹരിയാനയിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടൊരു ഒരു ഇമോഷണൽ വോട്ടിംഗ് ആയിരിക്കും വിനേഷ് ഫോഗട്ടിന് കിട്ടാൻ പോകുന്നത്. നമ്മുടെ പത്രാർത്ഥത്തിന്റെ ഇന്നത്തെ മെയിൻ തമ്പനയില് ക്യാപ്ഷൻ തന്നെ ഹരിയാന ആർക്കൊപ്പം എന്നുള്ളതാണ്. 46 സീറ്റിലേക്ക് 45 സീറ്റിലേക്ക് ബി ജെ പി വരികയാണ്. 42 സീറ്റിൽ കോൺഗ്രസ്. അപ്പോൾ ലീഡ് നില വീണ്ടും വീണ്ടും മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പി വീണ്ടും മുന്നിലായിരിക്കുകയാണ്. തീർച്ചയായും ഹരിയാന ആർക്കൊപ്പം എന്ന് പറയുമ്പോൾ ജമ്മു കൂടി ചേർക്കണമായിരുന്നു. ഹരിയാനയും ജമ്മുവും ആർക്കൊപ്പം ചേർക്കണമായിരുന്നു. ഇന്നലെ തെറ്റായത് പക്ഷെ ജമ്മു നമ്മൾ തന്നെ ഇന്ന് മാറ്റിയിടുന്നതാണ്. ഹരിയാനയും ജമ്മു ഒരേ സമയത്താണ് ജസ്റ്റ് ഒന്ന് മിസ്സായി പോയത്. അപ്പൊ ഇപ്പോ വരുന്ന ലീഡ് നില അനുസരിച്ച് 46 സീറ്റ് ബി ജെ പി മുന്നില് 23 സീറ്റിൽ പിന്നിലുമാണ് ഹരിയാനയില്. അയ്യോ ദേ വിനേഷ് ഫോഗട്ടിന്റെ ലീഡ് കുത്തനെ കുറഞ്ഞു ജുലാനയില്. മൊത്തത്തില് നെഗറ്റീവ് വാർത്തയാണല്ലോ. വഞ്ഞെട്ടല് കൊടുത്ത മധുര പരിഹാരങ്ങളൊക്കെ ആ പൈസ പോയി. അത് തന്നെ ആ പൈസ പോയി. എത്ര ലീഡ് മേടിച്ചിട്ടുണ്ടാവുമല്ലേ? അയ്യോ ഫണ്ട് പൊട്ടിച്ച് അത് എക്സ്ട്രാ ഫണ്ട് കേസ് 47 സീറ്റിലോട്ട് ബി ജെ പി മുന്നേറുകയാണ് ഹരിയാനയിൽ. ഇപ്പോ അതേഴ്സിന്റെ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട്. രണ്ടായി ഒരു വലിയ മുന്നേറ്റമാണ്. ആം ആദ്മി പാർട്ടി ഒരു സീറ്റിലും മുന്നിലല്ല. ഓ AAP തകർച്ച. അപ്പോ ഈ അരവിന്ദ് കെജ്രിവാൾ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിട്ടില്ല. ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോ ഹരിയാന ഇലക്ഷനും ജമ്മു ഇലക്ഷനും കത്തി നിൽക്കുകയാണ്. കോൺഗ്രസ് കത്തിക്കയറും, ചരിത്രം സൃഷ്ടിക്കും, മുന്നോട്ട് കുതിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി സ്ഥിരം പാറ്റേൺ ആയിട്ടുണ്ട്. ഇപ്പോ ബ്ലാസ്റ്റേഴ്സ് പോലെയാണ്. സോറി, വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് എടുത്തിരുന്നതിൽ ദുഃഖമുണ്ട് അല്ലേ? കാരണം ആദ്യത്തെ ലീഡ് നില വരുത്തിയിട്ട് ഇവർക്ക് ഉള്ള സ്ഥിരം പരിപാടി. ഒന്നിനെ സംബന്ധില്ല, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് തോൽവി. എന്താ പറയാനൊന്നും പറയാനില്ല. നമ്മളെ മലയാള വാർത്തകളിലൊക്കെ ഫോട്ടോ ഫിനിഷിംഗ് എന്നൊക്കെയാണ് ഹാഷ്മിയൊക്കെ അവിടെ കിടന്ന് ഹാഷ്മിയൊക്കെ അവിടെ കിടന്ന് പറയുന്നത്. ഫോട്ടോ ഫിനിഷിങ്. അപ്പൊ ശ്രീകണ്ഠൻ നായരില്ലേ? അവർ രണ്ടുപേരുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോ 6 മണിക്ക് തുടങ്ങി അവരവിടെ ഓണാണ് 6 മണി തൊട്ടേ. അത് തീർച്ചയായിട്ടും അവര് ഓണ ഇലക്ഷൻ ഒന്നുണ്ടോ അവർക്ക് ഫസ്റ്റ് അടിക്കണം. എങ്ങനെയെങ്കിലും സൂപ്പർ ചാറ്റും അതും ഇതൊക്കെ നടത്തി അവർക്ക് അവിടെ കൊയ്യ. അയ്യോ, അതായത് ഉപയോഗിക്കുന്നുണ്ട്. അതെ, ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. അവര് പറയുന്നത് നിങ്ങൾ പൈസ അയക്കൂ, ഞങ്ങളത് വേണ്ടപ്പെട്ടവരുടെ അടുത്ത് കൊടുത്തോളാം എന്ന വാക്കാണ് പറയുന്നത്. വേറെ പലരും പറഞ്ഞാൽ അത് വിവാദമാവും. ചില നന്മമരം കളിക്കുന്ന ചിലരത് പറഞ്ഞാൽ അത് വിവാദമാകും. പക്ഷെ ശ്രീകണ്ഠൻ നായർ വിശ്വസിക്കാം തന്നെയാണ് തോന്നുന്നത് അല്ലേ? വിശ്വാസമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹം 24 ഇങ്ങനെ ആക്കി എടുത്തില്ലേ അല്ലേ? എങ്ങനെ ഒരു ഫ്ലവേഴ്സ് എന്നുള്ള ചാനൽ തുടങ്ങുന്നു. അതിന് അതായത് 24 എത്ര പെട്ടെന്നാണ് കേരളത്തിലെ നമ്പർ 1 ആയത്. നമ്പർ 1 അല്ല, നമ്പർ 2 ആണെന്നാണ്. അതെ, തീർച്ചയായിട്ടും 59,000 പേര് ഇപ്പൊ തന്നെ കാണുന്നുണ്ട്. അതെ, അവര് കഴിഞ്ഞ ഇലക്ഷന് 3 ലക്ഷം പേരുള്ള ലൈവ് കണ്ടിരുന്നു. പോകാതെ ലൈവ് കണ്ടത് അല്ലേ? അതൊരു ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ ചാറ്റൊക്കെ ഭയങ്കര ആക്റ്റീവ്. ചില ലവ് ഒക്കെ പ്രപ്പോസ് ഒക്കെ ചെയ്യുന്നു ചിലര്. നീ ഇതിങ്ങനെ എന്താണ് നീത് കാണുന്നുണ്ടെന്ന് അറിയാന്നൊക്കെ പറഞ്ഞു. അത് സ്ഥാപനത്തിലൊരു നീതുണ്ട്, അതല്ല വേറൊരു സംഭവം. 48 സീറ്റില് ബി ജെ പി മുന്നിലാണ് ഹരിയാനയിൽ. 39 ഒരു സീറ്റ് കുറഞ്ഞ് 39 അതേസ് ഒരു സീറ്റ് കുറഞ്ഞ് 1 ഹരിയാനയില്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ 15 സീറ്റില് അതേഴ്സ് മുന്നിലാണ്. 49 ഒരു സീറ്റ് 37 സീറ്റായി കുറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 72 ഒരു സീറ്റ് 72 നമ്മള് അത് വീണ്ടും 46 ആയിരിക്കുകയാണ് ബി ജെ പി, 41 കോൺഗ്രസ് ആയിരിക്കുകയാണ്. ഓ മൈ ഗോഡ്. അമലിന് എന്താണ് പറയാനുള്ളത്? കോൺഗ്രസിന് ഇനി ഒരു
തിരിച്ചുവരവ് നടത്താൻ പറ്റുമെന്ന് സംശയമാണ്. അതെ, തീർച്ചയായിട്ടും. അല്ല അമലെ, എന്താണ് കോൺഗ്രസിന്റെ ഈ തകർച്ചേനെ നിങ്ങൾ തകർന്നിരിക്കുകയാണ് ഓൾറെഡി. അപ്പൊ ഈ വീണ്ടും വീണ്ടും തകരുമ്പോൾ ഒരു പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. BJP-ക്കെതിരെ കുറെ പ്രശ്നങ്ങൾ വന്നിരുന്നു. ആദ്യം ഒന്ന് BJP താന്നിരിക്കുമായിരുന്നു, പിന്നീട് ഇപ്പം ഒറ്റയടിക്കും കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെ അതെ, അതിന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം. വീണ്ടും തളിർക്കുന്നു. താമര വീണ്ടും വിരിയുന്നു. അതായത് എപ്പോഴും താമര വിരിയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും എന്താണ്, ചതുപ്പിൽ നിന്നാണ് താമരയുടെ ആ ഒരു മനോഹരമായ താമരപ്പൂ പോലും വിരിയുന്നത്. അതുപോലെ തന്നെയാണ് അല്ലെ, വീണ്ടും താമര ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളൊരു സൂചനയാണ്. കോൺഗ്രസ് താഴേക്ക് പോവാണ്. വിനേഷ് പിന്നിലട. കോൺഗ്രസ് താഴേക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിനേഷ് പിന്നിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പിന്നിൽ. ഹരിയാനയുടെ ഒരു പിക്ചറും വിനേഷിന്റെ ഒരു ഇതുമായിട്ട് ഒരുപാട് കോൺഗ്രസ് വീണ്ടും പിന്നിലേക്കാണ്. അതായത് കുതിപ്പ് കാട്ടിയ കോൺഗ്രസ് കിതപ്പിലേക്ക്. അത് വേണമെങ്കിൽ നിങ്ങൾ ചേർത്തോ. 24 ആരെങ്കിലും നോ കോപ്പറേറ്റ് എടുത്തോ. നമുക്ക് ഇവിടെ ലൈവ് ഫീഡ് ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കായിരുന്നല്ലേ. കുതിപ്പ് കാട്ടിയ കോൺഗ്രസ് കിതപ്പിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കോൺഗ്രസ് കിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. രാഹുൽ ഗാന്ധിയും കുടുംബമൊക്കെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെങ്ങനെ സഹിക്കും? ജമ്മുവിൽ 12 സ്വതന്ത്ര ജമ്മുവിലല്ലേ. കാരണം ജമ്മുവിന്റെ ഒരു പൾസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡൽഹി ഒക്കെ പോലത്തെ ഒരു മൂടാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ഒരു കാരണം അവർക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ട്. അവർക്ക് മാറി മറിഞ്ഞു വരുന്ന പോലെ അവർ ഒരുപാട് അനുഭവിച്ച ഒരു ജനതയാണ്, അനുഭവിക്കുന്ന ഒരു ജനതയാണ്. അതുകൊണ്ട് അവിടുത്തെ സ്വതന്ത്രർക്കൊക്കെ ഒരുപാട് വോട്ടുകൾ കിട്ടിയാൽ അത്ഭുതമില്ല. ഒരു മൂവ്മെന്റ് തന്നെ നടത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡൽഹി, അല്ല ജമ്മു കാശ്മീർ. അപ്പോൾ ഹരിയാനയിൽ BJPക്ക് ലീഡ് എന്ന് പറയുന്നു. അങ്ങനെ മാറി മാറി വരികയാണ് ലീഡ് നില. പക്ഷേ BJP മുന്നിലാണ്. ഫോട്ടോ ഫിനിഷിംഗിലേക്ക് കിടക്കുകയാണ്. ആ ഫോട്ടോ ഫിനിഷിംഗിൽ കോൺഗ്രസ് തൂക്കിയടിക്കുകയോ? ഇനിയൊരു 70 മുന്നേറ്റം ഉണ്ടാവൂടാ? അത് മാറി മറിഞ്ഞ ഹരിയാന. കോൺഗ്രസ് 36 സീറ്റിലോട്ട് വീണ്ടും താഴ്ന്നിരിക്കുകയാണ്. കാരണം 70 സീറ്റിൽ മുന്നിൽ എന്ന കോൺഗ്രസ് 36ലോട്ട് വരുവാണ്. എത്ര ഒരു ഡിസ്റ്റൻസ് ആണത്. സസ്പെൻസ് ആണ്. CPM പിന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട് ഭിവാനിയില്. പിന്നെ കേരള കഴിഞ്ഞാ പിന്നെ നിങ്ങളത് എടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം അങ്ങനെയല്ല. അതായത് ചില ഇടങ്ങളിലുണ്ട് CPM ജയിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കേരളം കഴിഞ്ഞാൽ CPM അത്ര പ്രഭാവം കുറവാണ്. കൈവിട്ടോ ഹരിയാന? ഹരിയാന കൈവിട്ട് കഴിഞ്ഞാൽ പണി. ഹരിയാന കൈവിട്ടോ? അതെ, കൈവിട്ട്. അത് കൊള്ളാല്ലേ, കിട്ടോ അല്ലേ? അത് കൊള്ളാം. എന്തായാലും ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സും കണ്ടന്റ് റൈറ്റേഴ്സും തംബ്നെയിൽ മേക്കേഴ്സും ടൈറ്റിൽ ക്രിയേറ്റേഴ്സും ഒക്കെ വെറുതെ ആറാടുന്ന ഒരു സമയമാണ് നിങ്ങൾ കാണാൻ നോക്കുന്നത്. ഏഷ്യാനെറ്റ്, 24, റിപ്പോർട്ടർ, മീഡിയ 1, യൂടോക്ക്, ഇതിലൊക്കെ നിങ്ങൾ യൂട്യൂബില് പിന്നല്ലേ മുന്നിലാണ്. നമ്മള് മുന്നിലാണ്. അപ്പൊ ഹരിയാന മാറി മറിയാണ്. നമ്മുടെ സമയവും പത്രവാർത്താസിന്റെ സമയത്താണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. സ്പെഷ്യൽ പ്രോഗ്രാം നമുക്ക് അതിനു വേണ്ടി വെക്കാം. നമ്മളിപ്പോ വന്നുണ്ട് സ്പെഷ്യൽ പ്രോഗ്രാം. ഹരിയാന ജമ്മു ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിശദമായ വിവരണത്തിലേക്ക് അമൽ കിടക്കുന്നുണ്ട്. ഇതാണ് ഇരുത്തോട്ട് അമല് നമ്മുടെ പത്രവാർത്താസിന്റെ ഒരു മുഖമായിരിക്കും. തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അമല് വായിച്ചു തുടങ്ങുന്നതായിരിക്കും. അങ്ങനെ അതെ, പ്രത്യേകിച്ച് അവന് ഏറ്റവും കൂടുതൽ അറിവ് സിനിമാ മേഖലയെ സംബന്ധിച്ചാണ്. പക്ഷെ അവൻ രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു കോണിപ്പടികൾ കയറി രാഷ്ട്രീയ യഥാർത്ഥത്തിലേക്ക് കിടക്കുകയാണെന്നൊക്കെ. അപ്പൊ ഇനി മുതൽ രാഷ്ട്രീയപരമായി അല്ലെ യൂടോക്കിലെ ഹാഷ്മിയാണ്. കുറച്ചുകൂടി കട്ടിക്ക അല്ലെ, താടികളൊന്നും ഹാഷ്മി നമുക്ക് വന്നിട്ടില്ല. അപ്പം അതെ, ഞാൻ എന്നെ കൂടെയാ പറഞ്ഞത്. അപ്പൊ എന്തായാലും പത്രവാർത്താസിൽ ഇനി ഹാഷ്മി മാറിപ്പോയി അമലുണ്ടാവും. അമൽ വിജയ് എന്നാണ് ഫുൾ പേര്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വരുന്നതായിരിക്കും ഹരിയാനയുടെയും ജമ്മു കാശ്മീരിന്റെ ഇലക്ഷന്റെ കൂടുതൽ കാര്യങ്ങൾ. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണമെങ്കിൽ, അതായത് എത്ര സീറ്റ് ഉണ്ട്, ആരൊക്കെയാണ് മത്സരിക്കുന്നത്, ഏതൊക്കെ സീറ്റുകളാണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ടറോ ഇടുന്നതാണ്. എന്നാൽ ലൈവായിട്ടാണെങ്കിൽ അവർ വേണേ കണ്ടോട്ടെ, അങ്ങനെ കഷ്ടപ്പെടുന്നല്ല. അതെ, പക്ഷേ നമ്മളെ കാണണമെങ്കിൽ യൂട്യൂബിലോട്ട് തന്നെയാണ് അല്ലേ. നമ്മുടെ പത്രവാർത്താസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നും കൂടി റീവൈൻഡ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ട് നിയമസഭയിലെ കയ്യാങ്കളി, വി ഡി സതീശനും പിണറായി വിജയനും തമ്മിലുള്ള
കയ്യാങ്കളി. വാക്കുതർക്കവും കയ്യാങ്കളിയും അതെ, അതിനിടയിൽ വീശി തടഞ്ഞതൊക്കെ ആയിട്ടുള്ള ഒരു സിനിമ രംഗം രംഗം പോലെ. അതായത് പ്രതിപക്ഷ നേതാവ് ആരാണ്, പിണറായി വിജയൻ ആരാണ്, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ. സ്പീക്കർ ഓഫ് ചെയ്യുന്നു, സഭാ ടി വി നീക്കം ചെയ്യുന്നു, പ്രതിപക്ഷ നേതാവിന്റെ ഫുട്ടേജുകൾ, അതൊക്കെ നിറഞ്ഞു നിന്ന ഒരു പത്രങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ ഇതിൽ പുറത്തു വന്നിരിക്കുന്നത്. മലയാള മേഖലയിലെ ചില ഒരു അതെ, സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ലഹരി വിവാദം വന്നിരിക്കുകയാണ്. ശ്രീനാഥ് വാസി, പ്രയാഗമാട്ടി തുടങ്ങിയവര് പ്രതിപട്ടികയിലോ ആരോപണ വിധേയരുടെ കൂട്ടത്തിലോ ഉണ്ട്. അതുപോലെ സിദ്ദിഖിനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ ഇനി ചോദ്യം ചെയ്യും. ജയസൂര്യ ഹാജരാവണം. അങ്ങനെയുള്ള അപ്ഡേറ്റുകളും ഉണ്ട്. പിന്നെ ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാല് കൊൽക്കത്തയിലെ ഒരാളെ മാത്രം വെച്ചുകൊണ്ട് ഒരു പ്രതിപട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ്. കൂട്ടബലാത്സംഗം എന്നുള്ളത് ഒരാളിലേക്ക് ചുരുക്കിയിരിക്കുകയാണ് CBI. അതുകൊണ്ട് പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. സ്പോർട്സിലേക്ക് വന്നാൽ സൂപ്പർ ലീഗ് കേരളയിൽ കുതിപ്പ്. ആസിഫ് അണ്ണന്റെ ടീം പൃഥ്വിരാജ് അണ്ണന്റെ ടീമിനേക്കാൾ പോയിന്റ് പട്ടികയിൽ മുന്നിലാണ്. ആസിഫിന്റെ കാലമാണ്. കിഷ്കിന്ദകാണ്ഡം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം അല്ലെ. ജയസൂര്യ ശ്രീലങ്കയുടെ കോച്ച് സ്ഥാനത്തേക്ക് വരുന്നത്. ഇനിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കളി എപ്പോഴും ഇനി അതിന് ഇന്റർനാഷണൽ ബ്രേക്ക് ആയ ശേഷം കുറച്ച് 2 ബ്രേക്ക് ആണ് എന്തായാലും. അപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള T20 വരുന്നുണ്ട്. അങ്ങനെ സ്പോർട്സ് ആരാധകർക്കൊരു നല്ലൊരു തന്നെയാണ്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും. അതെ തന്നെ ഒരു കാര്യമുണ്ട്. പതിവ് പോലെ അതിനു മുമ്പ് നടത്തിയിരുന്ന സമയത്തുള്ള പോലെ തന്നെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടാവും പല വാർത്തകൾ അല്ലെ. നമ്മളുടെ മുമ്പിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളോടാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. മിസ് ചെയ്തിട്ടുണ്ടാവും പല വാർത്തകൾ. ക്ഷമിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മാക്സിമം വാർത്തകൾ അല്ലെ, പ്രാദേശികവും അല്ലാത്തതുമായ മാക്സിമം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ പത്രവാർത്താസ് വൈൻഡപ്പ് ചെയ്യാണ്. അതിനോടൊപ്പം അമൽ, ഞാൻ അക്ഷയ്, ടാറ്റ.